സ്തുതിച്ചാട്. ഹല്ലേലൂയ. ദയവായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. നെഹമ്യാവിൻ്റെ പുസ്തകത്തിലുള്ളതായ 12 ദൂതുകളാണ് ഈ ഉപവാസ പ്രാർത്ഥനയുടെ അവസാന നാളുകളാകുന്ന ഈ നാളുകളിൽ ദൈവകൃപയാൽ നാം ചിന്തിക്കുന്നത്. യെരുശലേമിൻ്റെ 12 മതിലുകൾ. ഇന്ന് രാത്രി ഉറവ് വാതിലിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരികെ. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യം. നെഹമ്യാവ് 2:14 ഇങ്ങനെ പറയുന്നു: പിന്നെ ഞാൻ ഉറവ് വാതിക്കലേക്കും രാജാവിൻ്റെ കുളത്തിങ്കിലേക്കും ചെന്ന്, എന്നാൽ ഞാൻ കയറിയിരുന്നതായ മൃഗത്തിന് കടന്നു പോകുവാൻ സ്ഥലം പോരാതിരുന്നു. പിന്നെ ഞാൻ ഉറവ് വാതിൽക്കലേക്ക് ചെന്നു. വേദപുസ്തകം പറയുന്നു, രാജസന്നിധിയിൽ അന്യദേശത്ത് വളരെ സൊഫിസ്റ്റിക്കേറ്റഡായി സുരക്ഷിതമായി കാണപ്പെട്ടതായ ഇരുന്നവനായ ഒരു ഹൈലി പ്രൊഫഷണൽ ആയിരുന്നു നെഹമ്യാവ്. അവന് ഒരു കുറവും ആ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നതേയില്ല. ജോലിക്ക് ജോലിയുണ്ട്, പൊസിഷന് പൊസിഷനുണ്ട്, പൈസയ്ക്ക് പൈസയുണ്ട്, സ്ഥാനത്തിന് സ്ഥാനവും മാനിപ്പാൻ ജനതയുമുണ്ട്. എന്നാൽ സ്തോത്രം, തനിക്കുള്ളതായ തൻ്റെ സെക്യൂരിറ്റിയോ തൻ്റെ പൊസിഷനോ തൻ്റെ വരുമാനമോ തൻ്റെ പദവിയോ ഒന്നും വകവയ്ക്കാതെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെതായ ദാരുണമായ അവസ്ഥയോർത്ത് ദാരുണമായ അവസ്ഥയെക്കുറിച്ച് കേട്ടപ്പോൾ താൻ കരയുവാനും ഉപവസിപ്പാനും തുടങ്ങി. ഈ തലമുറയ്ക്ക് അന്യം നിൽക്കുന്ന ഒരു സ്വഭാവമാണ് അത്. ഈ തലമുറയിൽ എനിക്ക്, എൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞ് അനേകരുടെ പ്രാർത്ഥനകളും സ്വാർത്ഥത ആയിരിക്കുമ്പോൾ, മനുഷ്യൻ സ്വസ്നേഹികളായിരിക്കുമ്പോൾ, മനുഷ്യർ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആകാതെ സെൽഫ് സെൻറ്റേർഡ് ആയിരിക്കുമ്പോൾ, സ്തോത്രം, ദൈവത്തിൻ്റെ ജനത്തെ ഓർത്ത് കരയുവാൻ വേണ്ടി ഏതെങ്കിലും നെഹമ്യമാർ ഇന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇന്ന് അനേകരുടെ പ്രാർത്ഥനകൾ ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ടാട്ടെ. നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന 99% നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളാണ് അത്. സ്തോത്രം, മനുഷ്യർ സ്വസ്നേഹികൾ ആയിരിക്കുന്നു. എന്നാൽ യെരുശലേം തീവന്ത് സ്തോത്രം ചുട്ടിരിക്കുന്നതും ദൈവജനം മനുഷ്യൻ്റെ മുൻപിൽ, ദൈവജനം ജാതികളുടെ മുൻപിൽ പരിഹാസപാത്രമായിരിക്കുന്നതും അറിഞ്ഞപ്പോൾ നെഹമ്യാവ് ദൈവത്തിന് മുൻപിൽ കുറേ നാൾ ലീവെടുത്ത് തിരുമുൻപിൽ ഉപവസിച്ചു. ലീവെടുത്ത് താൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ചു. ഈ അന്ത്യനാളുകളിൽ ആരൊക്കെയാണ് ലീവെടുത്ത് ദൈവത്തിന് മുൻപിൽ ഉപവസിപ്പാൻ വേണ്ടി സ്തോത്രം തയ്യാറാകുന്നത്? ലീവെടുത്ത് സ്തോത്രം, നെഹമ്യാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചവൻ്റെ മേൽ ഒരു നിയോഗത്തെ ദൈവം അയക്കുകയുണ്ടായി. ലോകത്തെ അനുഭവിച്ച് ജീവിക്കുന്നവന് മേലല്ല ദൈവിക നിയോഗം കടന്നു വരുന്നത്. പകരം സമയവും സാഹചര്യവും ചുറ്റുപാടും നോക്കാതെ ആരാണോ ദൈവത്തിന് മുൻപിൽ വില കൊടുത്ത് നിൽക്കുന്നത്, അവൻ്റെ മേലാണ് ദൈവിക നിയോഗം ഇന്നും കടന്നു വരുന്നത്. അങ്ങനെ 100 കിലോമീറ്റർ യാത്ര ചെയ്ത് തീ കൊണ്ട് പൊളിക്കപ്പെട്ട് തകർക്കപ്പെട്ട് കിടക്കുന്നതായ ആ പട്ടണത്തിലേക്ക് സ്തോത്രം നെഹമ്യാവ് കടന്നു വരികയാണ്. ദൈവജനം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ തുറന്നു കിടക്കുന്ന വയലല്ല, പകരം കെട്ടി അടച്ച തോട്ടമാണ്. ഉത്തമഗീതം 2:15 പറയുന്നു, ദൈവത്തിന്റെ ജനം അത് തുറന്നു കിടക്കുന്ന വയലല്ല, കെട്ടി അടച്ച തോട്ടം. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്താണ് കെട്ടി അടച്ച തോട്ടം? ഇന്ന് രാത്രി കേൾക്കുന്ന നിങ്ങളും കാണുന്നതായ പറയുന്ന ഞാനും ദൈവത്തിന്റെ കൃപയാൽ ദൈവത്തിന്റെ വേലിക്കെട്ടിന് ഉള്ളിൽ ആയിരിക്കണം. ദൈവമായ കർത്താവ് നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്ന ഒരു അദൃശ്യമായ വേലിയുണ്ട്. സ്തോത്രം, ഒരു അദൃശ്യമായ വരയുണ്ട്. അതിനകത്ത് ആയിരുന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും പ്രൊവിഷനും നമുക്ക് അനുഭവിപ്പാൻ തക്കോണം കഴിയത്തുള്ളൂ. എന്നാൽ ഇസ്രായേൽ ജനം ദൈവം അവർക്ക് നൽകിയതായ കൽപ്പനകൾ, ചട്ടങ്ങൾ, വിധികൾ പ്രമാണിക്കാത്തത് കൊണ്ട് പ്രവാസ ലോകത്തിലേക്ക് വീണ്ടും കടന്നു പോകേണ്ടി വന്നു. ഇറാഖിൽ നിന്ന് സ്തോത്രം നെബൂഖദ്നേസർ രാജാവ് കടന്നു വന്ന് ആ പട്ടണത്തെ നിരോധിക്കുക മാത്രമല്ല, അതിന് ചുറ്റുമുണ്ടായിരുന്നതായ മതിലിനെ അവൻ പൊളിച്ചു കളയുകയുണ്ടായി. ആ മതിലുകൾ പൊളിച്ചു കളഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ 12 വാതിലുകളെ പണിവാൻ ദൈവിക നിയോഗവും അവസരവും നെഹമ്യാവിൻ്റെ മേൽ കടന്നു വരികയാണ്. 12 അത് സ്വർഗീയ ഗവൺമെന്റിന്റെ സംഖ്യയാണ്. 12 ദൈവത്തിന്റെ അധികാരത്തെ കുറിക്കുന്നു. 1, 2 ഈ 12 കാര്യം ദൈവകൃപയാൽ നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യം. 1, ആട്ടുവാതിലിനെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കണം. ലോകത്തിന്റെ പാപത്തെ ചുമന്ന് മനുഷ്യന്റെ പാപപരിഹാരത്തിനായി ക്രിസ്തു യേശു കാൽവരി ക്രൂശിന്മേൽ മരിച്ചു. നിങ്ങൾ എത്ര വലിയവരെ
ആരെങ്കിലും എത്ര പാരമ്പര്യമുള്ളവരാണെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണയും ദൈവത്തിൻ്റെ സാവകാശവും നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം അതേ അനുഭവിപ്പാൻ തക്കണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു യേശുവിൻ്റെ കൃപയിലേക്ക് കടന്നു വന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടണം. ഒന്നാമത്തെ സെഷനായി ദൈവകൃപയാൽ നാം കേൾക്കുകയുണ്ടായി, കത്തോലിക്ക പള്ളിയും പെന്തിക്കോസ് ആലയവും നമുക്ക് വേണ്ടി മരിച്ചില്ല, പാസ്റ്ററും പ്രവാചകനും മെത്രാച്ചനും നമുക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവിന് മാത്രമേ അതേ ഇന്ന് രാത്രിയിലും നമ്മെ രക്ഷിപ്പാൻ തക്കണം കഴിയത്തുള്ളൂ. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. രണ്ടാമതായി ഇന്നലെ രാത്രി നാം കേൾക്കുകയുണ്ടായി ഡിഫറെന്റ് വാലീസ്. പ്രധാനമായി ദൈവത്തിൻ്റെ ജനം വേണ്ട എന്ന് വിചാരിച്ചാലും നാം കടന്നു പോകുന്നതായ 7 താഴ്വരകൾ ഉണ്ട്. മൂന്നാമതായി തിരുവചനം പറയുന്നു ഉറവ് വാതിൽ. ഉറവ് വാതിൽ എന്ന് പറഞ്ഞാൽ ഗാഡ് ഈസ് യുവർ സോഴ്സ്. ദൈവം ആണ് നിങ്ങളുടെ ഉറവ. നിങ്ങളുടെ ഉറവ ഭർത്താവിൻ്റെ ശമ്പളമല്ല, ബിസിനസ് വരുമാനമല്ല, നിങ്ങളുടെ ബോസ് അല്ല. നിങ്ങളുടെ ഉറവ കർത്താവാണ്. നിങ്ങളുടെ ഉറവ ദൈവം. നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം അടഞ്ഞ ഉറവയല്ല, പകരം ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഉറവ. ഒരിക്കൽ കൂടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്തതായ ഉറവ. യെശയ്യാ പ്രവചനം 22:22, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം. വേദപുസ്തകം പറയുന്നു ദൈവം അടച്ചാൽ ആരും തുറക്കുന്നില്ല, വീണ്ടും ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാനും കഴിയത്തില്ല. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാനും കഴിയത്തേയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ വെച്ച് യേശു നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ ഉറവയല്ല, അവൻ തുറന്ന ഉറവ ആയിത്തീരുന്നു. ക്രൂശിൽ യേശു നിങ്ങൾക്ക് വേണ്ടി തുറന്നതുകൊണ്ട് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതായ സകല കാര്യാദികൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി സ്തോത്രം അവൻ തുറന്ന ഉറവയാണ്. ഇന്നും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞ ഉറവയല്ല, അവൻ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്ന ഉറവയാണ്. കാരണം ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട 12 പേരുകൾ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും വേദപുസ്തകത്തിൽ. ദ കോമ്പൗണ്ട് നെയിംസ് ഓഫ് ഗാഡ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രസിദ്ധമായതും ഏവർക്കും അറിയാമെന്നുള്ളതായ സ്തോത്രം അതേ പേരാണ് യഹോവ ഇരേ. യഹോവ ഇരേ എന്ന് പറഞ്ഞാൽ ദൈവം കരുതുന്നവൻ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, എന്താണ് ദൈവം കരുതുന്നവൻ? മറ്റൊരർത്ഥം സ്തോത്രം ദൈവം കാണുന്നവൻ. രണ്ടർത്ഥം യഹോവ ഇരയ്ക്കുണ്ട്. ദൈവം കരുതുന്നവൻ, അർത്ഥം ദൈവം കാണുന്നവൻ. ദൈവം കാണുന്നത് കൊണ്ട് ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു. സഹോദരനെ, ദൈവം നിന്റെ അവസ്ഥ കാണുന്നത് കൊണ്ട് ദൈവം നിങ്ങൾക്കായി കരുതുന്നു. ആ ഭവനത്തിന്റെ അവസ്ഥ ദൈവം കാണുന്നത് കൊണ്ട് ദൈവം കരുതുന്നു. ആ വീടിന്റെ അനുഭവം ദൈവം കാണുന്നത് കൊണ്ട് അവർക്കായി ദൈവം കരുതുന്നു. ആ ബിസിനസിന്റെ അവസ്ഥ ദൈവം കാണുന്നത് കൊണ്ട് ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവം അവൻ അത്ഭുതകരമായി കരുതുന്നു. അതേ യെരൂശലേമിൽ ഒരു ഉറവയുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിലും ആർക്കും അടച്ചു കളവാൻ കഴിയാത്ത, ഞാൻ ആവർത്തിക്കുന്നു, ഒരു മന്ത്രത്തിനും തന്ത്രത്തിനും ഒരു പൂജയ്ക്കും ഒരു ശത്രുവിന് അടച്ചു കളവാൻ കഴിയാത്തതായ ഒരു ഉറവ ഇന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ട്. യെരൂശലേമിലേക്ക് കാലാകാലങ്ങളായി സ്തോത്രം ജനം ധാരാളമായി വന്നു പാർത്തിരുന്നതായാണ് വേദപുസ്തകത്തിൻ്റെ ആരംഭ സമയം മുതലേ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയുന്നത്. യെരൂശലേമിലേക്ക് ജനത്തെ ആകർഷിച്ചതായ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എല്ലാ കാലത്തും വറ്റാത്ത ഒരു ഉറവ അവിടെ ഉണ്ടായിരുന്നു. ആ ഉറവയുടെ സ്തോത്രം ഏറ്റവും ഫൈനൽ സ്റ്റേജസിൽ ഒന്നാണ് ശിലോഹാം കുളം. അതിൻ്റെ താഴെയാണ് സ്തോത്രം അതേ ചാവുകടൽ. അങ്ങനെ എല്ലാ സമയത്തും അതേ യെരൂശലേം പട്ടണത്തിൽ അടയാത്തതായ ഒരു ഉറവ ഉണ്ടായിരുന്നത് കൊണ്ട് അന്നേ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ വെള്ളം എവിടെയുണ്ടോ, എവിടെയാണോ ജലസാന്ദ്രതയുള്ളത് അവിടെ ജനസാന്ദ്രതയുമുണ്ട്. എവിടെയാണോ ജലസാന്ദ്രതയുള്ളത് അവിടെ ജനസാന്ദ്രതയുമുണ്ട്. അതുകൊണ്ട് അബ്രഹാമിന്റെ കാലം മുതലേ ഈവൻ അതിന് മുൻപ് തന്നെ ജനം ഏറ്റവും കൂടുതൽ സ്തോത്രം വന്നു പാർത്തതായ ഒരു പട്ടണമായിരുന്നു സ്തോത്രം യെരൂശലേം പട്ടണം. അതേ ദൈവത്തിന്റെ കൃപയാൽ ഇന്നും ആ ഉറവ അടഞ്ഞു പോയിട്ടേ ഇല്ല. ഇന്നും നിങ്ങൾ ഇസ്രായേലിൽ യെരൂശലേമിൽ കടന്നു പോകുമ്പോൾ ഹിസ്കിയാവിന്റെ ടണൽ എന്നറിയപ്പെടുന്ന ടണൽ, വെയിലിംഗ് വാളിന് താഴെ നിങ്ങൾക്ക് കാണുവാൻ തക്കണം കഴിയും. ആ വിലാപമതിന് താഴെയുള്ളതായ ഹിസ്കിയ രാജാവ് അന്ന് പണിയിപ്പിച്ചതായ ആ ടണലിന് കീഴിൽ നമ്മുടെ ദേശത്തൊക്കെ കാണുന്ന സാമാന്യം നല്ല വലിപ്പമുള്ളതായ ഒരു തോട് ഇന്നും ഉറവ ഒഴുകുന്നത് കാണുവാൻ കഴിയും. യെരൂശലേമിൽ വറ്റാത്ത ഒരു ഉറവ, വറ്റാത്ത ഒരു തോട് ഒഴുകുന്നു എങ്കിൽ ഈ പാൻഡമിക് കണ്ടീഷനിലും ഞാൻ വിളിച്ചു പറയട്ടെ, നിനക്കും നിന്റെ സന്താനത്തിനും ആവശ്യമുള്ളതായ ഉറവ അത് ഒഴുകിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കാരണം ദൈവം വിളിച്ചിറക്കിയിട്ട്
കൊടുത്തിട്ട് അവൻ പട്ടിണിക്ക് ഇടുന്നവൻ അല്ല, അവൻ നിന്റെ ഉറവയാണ്. അടുത്തിരിക്കുന്നത് നോക്കി പറ, ദൈവം നിങ്ങളുടെ ഉറവയാണ്, ദൈവം നിങ്ങളുടെ ഉറവയാണ്, ദൈവം നിങ്ങളുടെ ഉറവയാണ്. സ്തോത്രം. സ്റ്റേറ്റ് ഗവൺമെന്റ് ഇങ്ങനെ ഭരിക്കുന്നത് കൊണ്ടോ സെൻട്രൽ ഗവൺമെന്റ് അങ്ങനെ തീരുമാനിക്കുന്നത് കൊണ്ടോ അല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് സകല നല്ല ദാനങ്ങൾ കടന്നു വരുന്നത് കൊണ്ട് അന്യന്റെ മുൻപിൽ കടം വാങ്ങി ഓച്ചാനിച്ച് നിൽക്കേണ്ട ഗതികേടില്ലാതെ ദൈവം എൻ്റെ ഉറവയെന്ന് നമുക്ക് അനുഭവിപ്പാൻ തരമുണ്ട്. കാരണം വേദപുസ്തകം പറയുന്നു, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഉയരങ്ങളിൽ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഞാൻ ആവർത്തിക്കട്ടെ, എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളൊക്കെയും സ്തോത്രം വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. വെളിച്ചങ്ങളുടെ പിതാവ്, വെളിച്ചം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണല്ലോ. മനുഷ്യൻ്റെ അടിസ്ഥാനം ആവശ്യമാകുന്നതായ അതേ വെളിച്ചം വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്നാണ് കടന്നു വരുന്നത്. ആർക്കും നിങ്ങളെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഒരു ചന്ദ്രനും സൂര്യനും പറവാൻ കഴിയില്ല, ഞാൻ ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ ശോഭിക്കുന്നത്, ഞാൻ ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ വെളിച്ചത്തിൽ ജീവിക്കുന്നത്. ഈ ചന്ദ്രന് മുൻപും പ്രകാശമുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. ഇന്ന് അസ്തമിച്ചതായ ഇന്ത്യയിൽ ഇപ്പോൾ ഈ സ്തോത്രം അതേ രാത്രി 8:18 ഈ അസ്തമിച്ച സൂര്യന് മുൻപും പ്രകാശമുണ്ടായിരുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അതേ, നിന്റെ പ്രകാശം സൂര്യനല്ല, നിന്റെ പ്രകാശം ചന്ദ്രനുമല്ല. നിന്റെ പ്രകാശം സൂര്യനല്ല, നിന്റെ പ്രകാശം ചന്ദ്രനുമല്ല. നിന്റെ സോഴ്സ് ലോകത്തിൽ നീ കാണുന്ന ഒന്നുമല്ല, ഒരുത്തരുമല്ല. ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് എന്നാർക്കും നിന്നെ ഭീഷണിപ്പെടുത്തുവാൻ കഴിയത്തില്ല. നീ ഭീഷണിയുടെ കീഴിലല്ല ജീവിക്കുന്നത്, നീ കർത്താവിൻ്റെ പ്രൊവിഷനിൽ കീഴിൽ ജീവിപ്പാനാണ് ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. എങ്ങനെ പറവാൻ തക്കോണം കഴിയും? കാരണം സ്തോത്രം, സൃഷ്ടിയുടെ 4-ാമത്തെ ദിവസം മാത്രമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ, പകൽ വാഴുവാൻ സൂര്യനെ, രാത്രി വാഴുവാൻ ചന്ദ്രനെ 4-ാം ദിവസം സ്തോത്രം ദൈവം സൃഷ്ടിക്കുകയുണ്ടായി. എന്നാൽ 4-ാം ദിവസം സ്തോത്രം സൂര്യനെയും ചന്ദ്രനെയും ദൈവം സൃഷ്ടിക്കുന്നതിന് മുൻപേ വെളിച്ചം ഉണ്ടായിരുന്നു. കാരണം ദൈവം പറഞ്ഞു, let there be light, വെളിച്ചം ഉണ്ടാകട്ടെ. ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ. അത് ഈ സൂര്യന്റെ വെളിച്ചമല്ല, അത് ഈ ചന്ദ്രന്റെ വെളിച്ചം അല്ലേ അല്ല. റോമർക്ക് ലേഖനം 4-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം, ദൈവം കൽപ്പിച്ചു അങ്ങനെ തന്നെ സ്ഥാപിതമായി. ദൈവം കൽപ്പിച്ചു അങ്ങനെ തന്നെ സ്ഥാപിതമായി. ഇന്ന് രാത്രിയും ദൈവം ഒരു വാക്ക് നിന്റെ ജീവിതത്തെ നോക്കി കൽപ്പിക്കുമ്പോൾ ആർക്കും മോഷ്ടിപ്പാൻ കഴിയാത്ത, ആർക്കും തടുപ്പാൻ കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ സ്ഥാപിതമാക്കുക തന്നെ ചെയ്യും. Because there is power in the word of God. ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടാകട്ടെ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഇതാ സ്തോത്രം പ്രകൃതിയിൽ ആദ്യമായി ഫ്ലാഷ് വിട്ടിയതു. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് ഓടി ഒളിക്കുന്നു. ഇന്ന് രാത്രിയിലും ഇരുട്ടിന്റെ ശക്തികൾ ഓടട്ടെ. ഇന്ന് രാത്രിയിലും അന്ധകാര ശക്തികൾ, പൈശാചിക വ്യാപാരങ്ങൾ, സാത്താന്യ പോരുകൾ ജീവിതങ്ങളിൽ നിന്ന് ഓടി മറയട്ടെ. ചിന്തയിൽ നിന്ന്, മനസ്സിൽ നിന്ന്, സ്വഭാവ വൈരൂപ്യങ്ങളിൽ നിന്ന് സകല ഇരുട്ടിന്റെ ശക്തികൾ ഓടട്ടെ. പകരം ദൈവിക വെളിച്ചം പ്രകാശിക്കട്ടെ. കാരണം വെളിച്ചങ്ങളുടെ പിതാവാണ് ദൈവം. സ്തോത്രം പറഞ്ഞതായ ആ വെളിച്ചം 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം സ്തോത്രം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആ വെളിച്ചം സ്തോത്രം ആദ്യത്തെ 3 ദിവസം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് 4-ാം ദിവസം ഗുഡ് മോർണിംഗ് സൺ എന്ന് പറഞ്ഞ് സൂര്യനിതാ സ്തോത്രം ഭൂമിയിൽ ആദ്യമായി പ്രകാശിപ്പിച്ചത്. അതുകൊണ്ട് സൂര്യനല്ല നിന്റെ പ്രകാശം, ചന്ദ്രനല്ല നിന്റെ പ്രകാശം, ബോസ് അല്ല നിന്റെ വരുമാനം, നിന്റെ കമ്പനി അല്ല നിന്റെ വരുമാനം, നിന്റെ കസ്റ്റമേഴ്സ് അല്ല വരുമാനം. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവ്, നീയും നിന്റെ മക്കളും പട്ടിണി കിടക്കാതവന് അവൻ നിന്റെ ഉറവയായി ശോഭിക്കുന്നവനാണ്. അവൻ നിന്റെ ഉറവയായി നിന്നെ കരുതുന്നവനാണ്. ദൈവം നിന്റെ ഉറവ, ദൈവം നിന്റെ ഉറവ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. സ്തോത്രം. ഒരു ഉപമാനമായി ദൈവം ഉറവ എന്ന് പറഞ്ഞാൽ സ്തോത്രം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഇതാ മരുഭൂമിയിലൂടെ കടന്നു വരികയാണ്. ഇസ്രായേൽ മരുഭൂമിയിലൂടെ കടന്നു വന്നപ്പോൾ അവരുടെ സ്നാനത്തിന് അടയാളമായി ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് അവർ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. മരുഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ ആദ്യം അവർ കണ്ടത് ഒരു വെള്ളം തന്നെയാണ്, ഒരു ഉറവ തന്നെയാണ്. അതിൻ്റെ പേരാണ് മാറ. എന്നാൽ ആ മാറയെ ദൈവം മധുരമാക്കി കൊടുത്തു. വീണ്ടും അവർ മുന്നിലേക്ക് പോയി. അവർ വീണ്ടും മുന്നിലേക്ക് പോയപ്പോൾ ഹോരേബ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തി. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം ഹോരേബ് എന്ന് പറയുന്നതായ സ്ഥലത്ത് അവർ എത്തിയപ്പോൾ തിരുവചനം പറയുന്നു അവിടെ ഒരു പാറയുണ്ടായിരുന്നു.
അവിടെ ഒരു പാറയുണ്ടായിരുന്നു. ആ പാറ, സ്തോത്രം, അതെ, ക്രിസ്തു യേശുവിന് നിഴലത്രേ. ആ പാറ ക്രിസ്തു യേശുവിന് നിഴലത്രേ. ഇന്ന് നിങ്ങൾ സൗദി അറേബ്യയുടെ ഇന്റീരിയർ വില്ലേജസിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെ തല ഉയർത്തി ഒരു പാറ നിൽക്കുന്നത് കാണുവാൻ കഴിയും. അതിന് തൊട്ടടുത്ത് എലീമിനെ ഓർമ്മിപ്പിക്കുന്നതായ സ്തോത്രം, അത് എലീമിനെ ഓർപ്പിക്കുന്ന ഈന്തപ്പനകളെ കാണുവാൻ കഴിയും. അവിടെ ഇന്നും 12 ഉറവകളെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതിന് തൊട്ടടുത്ത് ഒരു കറുത്ത് കിടക്കുന്നതായ ഒരു മലയെ കാണുവാൻ കഴിയും. ബാക്കിയുള്ള സകല മണ്ണുകളും മരുഭൂമിയുടെ കളറിലായിരിക്കുമ്പോൾ ഈ ഏറ്റവും ഉയർന്ന കൊടുമുടി മാത്രം കറുത്തിരിക്കുന്നു. ആരോ കാട്ടുതീയിട്ടത് കൊണ്ടല്ല, സ്വർഗത്തിലെ തീ, സ്തോത്രം, അന്ന് ഇറങ്ങിയപ്പോൾ, തീയിൽ ദൈവം 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയപ്പോൾ ആ മല മാത്രം കറുത്തുപോയി. അർത്ഥം, ഞാൻ പ്രസംഗിക്കുന്ന ഈ പുസ്തകം കെട്ടുകഥയല്ല, നമ്മുടെ കൺമുൻപിൽ, സ്തോത്രം, അതെ, ഇന്നും ഏഷ്യയിൽ, ഇന്നും സൗദി അറേബ്യയിൽ വളരെ വ്യക്തമായി സംഭവിച്ച കാര്യമത്രേ. പുറപ്പാട് പുസ്തകം അതെ 14, 15 തുടർന്ന് 20, 22 അധ്യായം വരെയും എക്സാക്ട്ലി സംഭവിച്ചതായ സംഭവം അത്രേ അവിടെ നിങ്ങൾക്ക് അക്ഷരം പ്രതി കാണുവാൻ കഴിയുന്നത്. ആ സീനായി മലയ്ക്ക് തൊട്ടടുത്ത്, സ്തോത്രം, അതെ, ഉയർന്നു ഒരു കുന്നിന്റെ മുകളിൽ ഒരു പാറ ഇതാ ഉയർന്നു നിൽക്കുന്നു. ആ പാറയെ നോക്കിയിട്ടാണ് പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, സ്തോത്രം, അതെ, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ, സ്തോത്രം, ആ പാറ ക്രിസ്തു തന്നെ, ആ പാറ ക്രിസ്തു തന്നെ. ഇന്ന് നിങ്ങൾ ഗൂഗിളിൽ പോയി ദ ബ്രോക്കൺ റോക്ക് അറ്റ് ഹൊറേബ് എന്ന് സൗദി അറേബ്യ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ, സ്തോത്രം, ഈ പാറ ഇന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരുപക്ഷെ വെബ് സ്ട്രീമിലൂടെ, സ്തോത്രം, അതെ, കാണുന്നവർക്ക് നിങ്ങൾ നേരത്തെ വീട്ടിൽ പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. വെബ് സ്ട്രീമിൽ ഇപ്പോൾ അത് കാണിക്കുന്നുണ്ട്. ആ പാറ 4000 വർഷങ്ങൾക്ക് മുമ്പ് വെള്ളമില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ മോശ ഉയർത്തി, അതേ, വാടി കൊണ്ട് അടിച്ച പാറയെന്നാണ് മിക്കവാറും തിയോളജിയന്മാര്, ഹിസ്റ്റോറിയൻസ് ഇന്നും പറഞ്ഞു വരുന്നത്. സ്തോത്രം, അന്ന് ആ പാറയെ അവർ അടിച്ചപ്പോൾ അത് സാധാ പാറയല്ല, അത് തീക്കൽ പാറയാണ്. ഫ്ലിന്റ് റോക്ക്, തീക്കൽ പാറ. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, തീക്കൽ പാറ. ഇംഗ്ലീഷ് മീഡിയത്തിന് പറവാൻ വായിൽ കിട്ടിയില്ലെന്ന് തോന്നുന്നു. തീക്കൽ പാറയുടെ പ്രത്യേകത, വെള്ളം ഇല്ലാത്ത പാറ. തിരുവനന്തപുരം പ്രാന്ത പ്രദേശങ്ങളിൽ നിങ്ങൾ കിണർ കുഴിച്ചു പോകുമ്പോൾ അതേ പാറ കാണുന്നെങ്കിൽ നമ്മൾ പറയും, തമര് വെച്ച് അതിനെ ഉടച്ചു കളഞ്ഞാൽ അതിനകത്ത് വറ്റാത്ത ഉറവയുണ്ടായിരിക്കും. പാറ പൊട്ടിച്ചാൽ വറ്റാത്തതായ അതെ വെള്ളം എത്ര വലിയ വേനൽക്കാലത്തും വറ്റാത്ത ഉറവ അവിടെ കിട്ടും. എക്സാക്ട്ലി. എന്നാൽ നോക്കണമേ, സ്തോത്രം, തീക്കൽ പാറ എന്ന് പറഞ്ഞാൽ അത് വെള്ളം ഇല്ലാത്ത പാറ. വെള്ളമില്ലാത്ത പാറയുടെ മുൻപിൽ നിന്ന് ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളം ദാ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കുറച്ച് ഫ്ലാസ്ക് എടുക്കുക, ഗ്ലാസ് എടുക്കുക എന്നല്ല പറഞ്ഞത്. യഹോവ ഈരേ, ഞങ്ങൾക്ക് കുടിപ്പാൻ വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ വെള്ളമില്ലാത്ത തീക്കൽ പാറയിൽ നിന്ന് നദിയെ പുറപ്പെടുവിച്ച്. അതാണ് ദൈവത്തിന്റെ കഴിവ്. വെള്ളം ഇല്ലാത്ത സ്ഥാനത്ത് ദൈവം നദിയെ പുറപ്പെടുവിച്ചു. എന്താണോ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഇല്ല എന്ന് പറയുന്നത്, ആ ഇല്ലാത്തതിനെ ഇന്നും നിന്നിലേക്ക് കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിവുണ്ട്. വിശ്വസിച്ചാട്ടെ. ഇന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലാത്തത് ഉറവയായി തുറക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ഒന്നാമത് മോശ അടിക്കണമായിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നു 40 വർഷം വീണ്ടും മുന്നോട്ട് പോയി. 40 വർഷം മുന്നോട്ട് പോയപ്പോൾ സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ മസ്സേ എന്നറിയപ്പെടുന്നതായ സ്ഥാനത്ത് ഇസ്രായേൽ വന്നെത്തി. 40 വർഷം കഴിഞ്ഞിട്ട് സെയിം സെനാരിയോ ആവർത്തിക്കുകയാണ്. അതേ സിറ്റുവേഷൻ ആവർത്തിക്കുകയാണ്. എല്ലാ വർഷങ്ങളിലും ഒരേ സാഹചര്യം ആവർത്തിക്കുന്നു. ആരുടെ ജീവിതത്തിലോ എല്ലാ സ്തോത്രം അതേ സന്ദർഭങ്ങളും ചിലപ്പോൾ പല കാര്യങ്ങളും ആവർത്തിക്കുകയാണ്. കാര്യം ഞാൻ പറയട്ടെ, പകൽ മേഘസ്തംഭത്തിനും രാത്രി അഗ്നി സ്തംഭത്തിന്റെയും സാന്നിധ്യ പ്രകാരം നീ മുന്നോട്ട് പോകുകയല്ല, എവിടെയോ നീ സ്റ്റക്കായിരിക്കുകയാണ്. നീ സ്റ്റക്കായത് കൊണ്ടാണ് പലതും നിന്റെ ജീവിതത്തിൽ ആവർത്തിക്കുന്നത്. നഷ്ടങ്ങൾ ആവർത്തിക്കുന്നു, കരച്ചിൽ ആവർത്തിക്കുന്നു. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇത് ആവർത്തനത്തിന്റെ നാളുകളാകല്ല, പകരം പരിവർത്തനത്തിന്റെ ദിവസങ്ങൾ ആകട്ടെ. ഇസ്രായേൽ സ്തോത്രമാ പർവ്വതം ചുറ്റി 40 വർഷക്കാലം അവരിതാ കളഞ്ഞു കുളിക്കുമ്പോൾ വീണ്ടും അതേ പഴയ എപ്പിസോഡ് ആവർത്തിക്കുകയാണ്. സ്ഥലം മാത്രം വ്യത്യാസം. പഴയ എപ്പിസോഡ് ആവർത്തിച്ചിട്ട് ഞങ്ങൾക്ക് വെള്ളമില്ല എന്ന് പറയുമ്പോൾ ദൈവമായ കർത്താവ് പറയുന്നു, സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യം, 40 വർഷത്തിന് ശേഷം നേരത്തെ നടന്നത് പുറപ്പാട് 17, ഇപ്പോൾ സംഖ്യ 20
പറയുന്നത് ആഫ്റ്റർ 40 years 40 വർഷക്കാലം മോശ മഹത്വ ശുശ്രൂഷ ചെയ്തു. മോശ മഹത്വത്തിൽ ജീവിച്ചു. മോശ മഹത്വത്തിൽ മറഞ്ഞിരുന്നു. സ്തോത്രം. ഇപ്പോൾ ഇതാ ഈ സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, യഹോവ മോശയോട്, നിന്റെ വടി എടുത്ത് നീ നിന്റെ സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർക്ക് കാണെ പാറയോട് കൽപ്പിക്കുക. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്ത് ചെയ്യണം? പാറയോട് കൽപ്പിക്കുക. നേരത്തെ ആണെങ്കിൽ പാറയെ അടിക്കണം. ഇപ്പോൾ നീ പാറയോട് കൽപ്പിച്ചാൽ മതി. ഇപ്പോൾ നീ പാറയോട് പറഞ്ഞാൽ മതി. നേരത്തെ ആണെങ്കിൽ അതേ വടിയെടുക്കണം, ഉയർത്തണം, അടിക്കണം. എഫേർട്ട് കൂടുതലാണ്. വടിയെ പിടിക്കണം, ഉയർത്തണം, അടിക്കണം. എഫേർട്ട് കൂടുതലാണ്. ഞാനൊരു ദൂത് പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന ദൈവ മഹത്വത്തിൽ നീ ജീവിക്കുന്നുവെങ്കിൽ എഫർട്ട് കുറയും, റിസൾട്ട് കൂടുതലായിരിക്കും. എഫർട്ട് കുറയും, റിസൾട്ട് കൂടുതലായിരിക്കും. ഹേ വിദ്യാർത്ഥികളെ, ഒത്തിരി പഠിക്കുന്നു, കുറച്ചേ മാർക്ക് കിട്ടുന്നുള്ളൂ. ഹേ സഹോദരന്മാരെ, ഒത്തിരി അധ്വാനിക്കുന്നു, കുറച്ചേ സമ്പാദിക്കാൻ പറ്റിയുള്ളൂ. ഒട്ടസഞ്ചിയിൽ അതേ സ്തോത്രം നന്മയിടുന്ന ദിവസങ്ങളല്ല ഇത്. മഹത്വത്തിൽ പാർത്താട്ടെ, മഹത്വത്തിൽ മുന്നോട്ട് പോയാട്ടെ. അങ്ങനെയെങ്കിൽ ലോക മനുഷ്യരെ പോലെയല്ല. നിന്റെ എഫർട്ട് കുറവായിരിക്കും, റിസൾട്ട് കൂടുതലായിരിക്കും. എത്ര പേർ ആമേൻ പറയുന്നു? ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെളിപ്പാട് എന്റെ ദൂതിൽ ഇല്ല, എന്റെ ബുക്കിൽ ഇല്ലാത്തത് ഞാൻ നിന്നെ നോക്കി വിളിച്ചു പറഞ്ഞത്. എന്റെ ബുക്കിൽ ഇല്ലാത്തത് ഞാൻ നിന്റെ ജീവിതത്തിൽ നോക്കി വിളിച്ചു പറഞ്ഞത്. ഇതൊരു പ്രൊഫറ്റിക് ദൂതാണ് ദൈവത്തിന്റെ ജനത്തിന്, എല്ലാ കുടുംബങ്ങൾക്ക്, എല്ലാ ബിസിനസ്സിന്, എല്ലാ ശുശ്രൂഷകർക്ക്. ഹല്ലേലൂയ. മഹത്വത്തിൽ ജീവിക്ക്, മഹത്വത്തിൽ ചലിക്ക്, മഹത്വത്തിൽ മുന്നേറ്. അങ്ങനെയെങ്കിൽ ലോക മനുഷ്യർക്ക് ഇല്ലാത്ത റിസൾട്ട് ദൈവത്തിന്റെ കൃപയാൽ നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുവാൻ വേണ്ടി പോകുന്നു. എഫർട്ട് കുറഞ്ഞാലും റിസൾട്ട് കൂടുതലായിരിക്കും. ഓ മിണ്ടുന്നില്ല. കരങ്ങളെ അടിച്ച്. എഫർട്ട് കുറഞ്ഞാലും കരങ്ങളെ അടിച്ച് എഫർട്ട് കുറഞ്ഞാലും റിസൾട്ട് കൂടുതലായിരിക്കും. ഓരോ ദിവസം കഴിയും തോറും നിന്റെ എഫർട്ട് കൊണ്ടല്ല ഈ കാര്യം നടക്കുന്നത്, നിന്റെ അധ്വാനം കൊണ്ടല്ല. തമ്പുരാൻ പറയുന്നു, ഞാൻ നിന്റെ റിസൾട്ടിനെ ഞാൻ വർദ്ധിപ്പിക്കും. 40 വർഷമായല്ലോ നീ മഹത്വത്തിൽ എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാം വാക്യം വേദപുസ്തകം പറയുന്നു, ഒരു സ്നേഹിതൻ മറ്റൊരു സ്നേഹിതനോട് മുഖാമുഖമായി സംസാരിക്കുന്നത് പോലെ മോശ എല്ലാ ദിവസങ്ങളും ദൈവത്തോട് കൂടെ സംസാരിച്ചു. അതുകൊണ്ട് മോശേ, ഐ എം നോട്ട് ദ ഗോഡ് ഓഫ് റിപ്പീറ്റേഷൻ. ഞാൻ ആവർത്തനത്തിന്റെ ദൈവമല്ല. ഹേ, ആവർത്തനത്തിന്റെ പാരമ്പര്യത്തെ തട്ടിമാറ്റി ഓ ഹല്ലേലൂയ പരിവർത്തനത്തിന്റെ പുതുമയിലേക്ക് ദൈവത്തിന്റെ ജനം കടന്നു വന്നാട്ടെ. പരിശുദ്ധാത്മാവ് എവിടെയാണോ ചലിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഏത് സഭയിൽ ചലിക്കുന്നു, അവിടെ പഴമകൾ ആവർത്തിക്കപ്പെടുകയല്ല, അവിടെ പുതുമകൾ ഉളവാകുകയാണ്. ഇൻ ജീസസ് നെയിം ആമേൻ. നിന്റെ ജീവിതത്തിൽ പുതിയത് ഈ ദിവസങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. ദൈവം മോശയോട് പറയുന്നു, നീ സ്തോത്രം അത് അടിക്കേണ്ട, നീ പറഞ്ഞാൽ മതി. നീ അടിക്കേണ്ട, നീ പറഞ്ഞാൽ മതി. എന്നാൽ സഹോദരി സഹോദരന്മാരെ, ഈ ഒരൊറ്റ സ്പിരിച്വൽ പ്രിൻസിപ്പിൾ മോശയ്ക്ക് നഷ്ടപ്പെട്ടു. ഈ ഒരു പ്രിൻസിപ്പിൾ മോശയ്ക്ക് നഷ്ടപ്പെട്ടു. മോശ ആവർത്തിപ്പാൻ വേണ്ടി വീണ്ടും ആഗ്രഹിച്ചു. കാരണം ഇറിറ്റേറ്റിംഗ് പീപ്പിളാണ് സ്തോത്രം ചുറ്റും നിൽക്കുന്നത്. ഇറിറ്റേറ്റിംഗ് ജനം ചുറ്റും നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഇറിറ്റേറ്റിംഗ് ജനം ചുറ്റും നിൽക്കുമ്പോൾ ഒരിക്കലും മുന്നേറ്റമല്ല ഉണ്ടാകുന്നത്, പിന്നോക്കമാണ് കടന്നു വരുന്നത്. ഇറിറ്റേറ്റ് ചെയ്യുന്ന ജനം ചുറ്റും നിൽക്കുമ്പോൾ അതേ നന്മയുടെ മുന്നേറ്റമല്ല ഉണ്ടാകുന്നത്. പകരം സ്തോത്രം തനി ആവർത്തനമാണ് വെളിപ്പെട്ടത്. അവനിത് അനുസരണക്കേട് കാണിച്ച് വടിയെടുത്ത് ആ പാറയെ അടിച്ചപ്പോൾ, സ്തോത്രം 2 പ്രാവശ്യം അടിച്ചപ്പോൾ ജനത്തെ നോക്കിയിട്ട് ദൈവം വെള്ളത്തെ പുറപ്പെടുവിച്ചു. പ്രാസിംഗിനെ നീ അനുസരണക്കേട് കാണിച്ചു കാണും, പ്രവാചകനെ നീ അനുസരണക്കേട് കാണിച്ചു കാണും, പാസ്റ്ററെ നീ അനുസരണക്കേട് കാണിച്ചു കാണും. പക്ഷേ ഈ ജനത്തോട് ഇന്ന് രാത്രിയിലും എൻ്റെ ദൈവത്തിന് മനസ്സലിവുണ്ട്. ജനത്തിൻ്റെ അവസ്ഥ നോക്കിയിട്ടാണ് ദൈവം ചലിച്ചത്, അല്ലാതെ നിന്റെ വിശുദ്ധി കണ്ടല്ല, നിന്റെ വെള്ളവസ്ത്രം കൊണ്ടോ, നിന്റെ എക്സ്പീരിയൻസ് കൊണ്ടോ, നിന്റെ ബൈബിൾ കോളേജ് സർട്ടിഫിക്കറ്റ് കൊണ്ടോ അല്ല ദൈവം ചലിക്കുന്നത്. നിന്റെ മുൻപിൽ തകർന്ന ഹൃദയത്തോടെ ജനമിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിലും ഹൃദയം നുറുങ്ങിയവർക്ക് ദൈവം സ്തോത്രമതേ സമീപസ്ഥനാണ്. ജനത്തിന്റെ അവസ്ഥ കണ്ട് ഞാൻ ഇന്ന് രാത്രി പറയുന്നു, സഹോദരേ, നിന്റെ അവസ്ഥ കണ്ട് മനസ്സലിയുന്നവനാണ് ദൈവം. സ്തോത്രം. ഇതാ ഉറവ തുറക്കപ്പെട്ടു. ഹോരേബിലെ പാറയാണെങ്കിലും 40 വർഷത്തിന് ശേഷം മോശ അനുസരണക്കേട് കാണിച്ച് അടിക്കപ്പെട്ട പാറയാണെങ്കിലും
അവിടെ നിന്ന് വെള്ളം പുറപ്പെടുകയുണ്ടായി. ഇത് സ്തോത്രം മെറ്റഫോർ, ഇതൊരു പാരബിൾ ആണ്, ഇതൊരു മെറ്റഫോർ അഥവാ ഇതൊരു ഉപമയാണ്. അന്ന് ഇസ്രായേൽ ജനം അടിക്കപ്പെട്ട പാറയിൽ നിന്ന് കുടിച്ച് മുന്നോട്ട് കടന്നു വന്നു. അവർ ആ മരുഭൂമിയിൽ ക്ഷീണിപ്പാൻ ദൈവം അനുവാദം നൽകിയില്ല. അന്ന് അവർക്ക് ഉറവയായി സ്തോത്രം അതേ അടിക്കപ്പെട്ട പാറയിൽ നിന്ന് അവർ കുടിക്കുകയുണ്ടായി. സ്തോത്രം അതേ അവർ അടിച്ചിട്ട് അവർ മുന്നോട്ട് പോയി. പക്ഷേ വെള്ളത്തിന് ഒഴുക്ക് തിന്നില്ല. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിൻ്റെയും ഡിറക്ഷൻ അനുസരിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ, ഞാൻ ആവർത്തിക്കട്ടെ, ഗൂഗിൾ ആൻറ്റി പറയുന്നതനുസരിച്ചല്ല, ദൈവത്തിൻ്റെ മഹത്വം ചലിക്കുന്നതനുസരിച്ച് അവർ മുന്നോട്ട് പോയപ്പോൾ അവർ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. അവർ അനുഗമിച്ച പാറ അർത്ഥം സ്തോത്രം ആ പാറ എഴുന്നേറ്റ് അവരുടെ പിന്നാലെ നടന്നുപോയി എന്നല്ല. അവർ അടിച്ചിട്ട് പോയപ്പോൾ എവിടെയാണോ ഏത് വഴിയാണോ മേഘം ചലിക്കുന്നത്, ആ മേഘം ചലിക്കുന്നതനുസരിച്ച് വെള്ളം ഒഴുകുകയാണ്. ആ മേഘം ചലിക്കുന്നതനുസരിച്ച് വെള്ളം ഒഴുകുകയാണ്. എത്ര പേർക്ക് മനസ്സിലായി? മേഘം നോക്കി ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്ക്. മേഘം നോക്കി ദൈവത്തിൻ്റെ ഹിതത്തിൽ നടക്ക്. 2 കൊരിന്ത്യർ 5:7 അതാണ് പറയുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കേണ്ടത്. നാട്ടുകാരും വീട്ടുകാരും രക്ഷിക്കപ്പെടാത്ത കസിൻസും ജീവിക്കുന്നത് പോലെ അല്ല നീ ജീവിക്കുന്നത്. നിനക്കൊരു പ്രമാണമുണ്ട്. നീ ഒരു വിശ്വാസിയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നോക്കിയല്ല, മനുഷ്യൻ പറയുന്നത് നോക്കിയല്ല, ഏതോ കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റും പറയുന്നത് നോക്കിയല്ല, ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ വിശ്വാസത്താൽ നടന്നാട്ടെ. ഗലാത്യർക്ക് ലേഖനം 5:16 ആ നടപ്പിന് വേറൊരു പേരിടുന്നു, ആത്മാവിന്റെ നടപ്പ്, വിശ്വാസത്തിന്റെ നടപ്പ്, ആത്മാവിന്റെ നടപ്പ്, വിശ്വാസികൾ നടക്കുന്ന നടപ്പ്, ആത്മാവിന്റെ നടപ്പ്, വിശ്വാസികൾ നടക്കുന്ന നടപ്പ്. വരിക എന്ന് പറയുന്ന ശബ്ദത്തിന് മുൻപിൽ കരയിൽ നടന്നതുപോലെ കടലിലും നടക്ക്. നാട്ടുകാർ കാണട്ടെ, ദേശവാസികൾ കാണട്ടെ. നിന്റെ ഓരോ സ്റ്റെപ്പും മിറക്കിൾ സ്റ്റെപ്പായി തീരുമാറാകട്ടെ. നിന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുടെ ഭവനത്തിൽ നടക്കുന്നത് പോലെ അല്ല, അതൊരു മിറക്കിൾ ആകട്ടെ. ആ വിവാഹം മിറക്കിൾ ആകട്ടെ, ആ വീട് വെക്കുന്ന അനുഭവം മിറക്കിൾ ആകട്ടെ, ആത്മീയ ശുശ്രൂഷ മിറക്കിൾ ആകട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, മിറക്കിൾ ആകട്ടെ. അല്ലാതെ www.matrimony.com അല്ല നിന്റെ വീട്ടിലേക്ക് പ്രപ്പോസൽ കൊണ്ടുവരുന്നത്. പകരം യഹോവ ഇരേ, കരുതലിന്റെ കർത്താവായിരിക്കട്ടെ നിന്റെ കുടുംബത്തെ അത്ഭുതകരമായി പരിപാലിക്കേണ്ടത്. സ്തോത്രം, വിശ്വാസത്തിൽ നടന്നാട്ടെ, അതേ ആത്മാവിൽ നടന്നാട്ടെ. അവരെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. 1 കൊരിന്ത്യർ 10:1-4 വരെ അവർ അനുഗമിച്ച പാറയിൽ നിന്ന്. അർത്ഥം സ്തോത്രം, ദൈവം നിന്റെ ജീവിതത്തിൽ ഉറവയാണ്. ഞാൻ ഇന്ന് രാത്രി ദൈവകൃപയാൽ 7 കരുതലുകൾ പറയട്ടെ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ സ്തോത്രം ഉറവയായി വെളിപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞവരല്ല, നിങ്ങൾ ചതഞ്ഞവരല്ല, നിങ്ങൾ കടം വാങ്ങുന്നവരല്ല, നിങ്ങൾ ജപ്തി നോട്ടീസ് കണ്ട് മോഹാലസ്യപ്പെടുന്നവരല്ല, നിങ്ങൾ സ്തോത്രം നശിക്കുന്നവരല്ല, നിങ്ങൾ ഉള്ളതെല്ലാം വിറ്റ് തിന്ന് ശാപത്തിന്മേൽ ശാപമായി ജീവിക്കുന്നവർ അല്ല. കാരണം എൻ്റെ ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അതിരിനെ വിശാലമാക്കും. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ഞാൻ നിന്റെ അതിരിനെ വിശാലമാക്കും. ഉള്ളതെല്ലാം വിറ്റ് തിന്നുന്നത് സാത്താൻ്റെ ആലോചന. എന്നാൽ സ്തോത്രം, അടഞ്ഞു കിടക്കുന്ന സകല ഉറവകളെ തുറക്കുന്നത് ദൈവത്തിൻ്റെ ആലോചന. സ്തോത്രം, ദൈവം നിന്റെ ഉറവയാണെങ്കിൽ 7 കരുതലുകൾ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നു. പുതിയ നിയമത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നും പറയട്ടെ, നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുതൽ, നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുതൽ എന്താണ്? നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കരുതൽ പറഞ്ഞാട്ടെ, കുവൈറ്റ് വിസ ആണോ? സ്തോത്രം, അതേ അമേരിക്കൻ ഗ്രീൻ കാർഡ് ആണോ ഏറ്റവും വലിയ കരുതൽ? ഏറ്റവും വലിയ കരുതൽ സ്തോത്രം, അതേ കാനഡ PR കാർഡ്. എന്താണ് നിന്റെ ഏറ്റവും വലിയ കരുതൽ? പറ. വിസയാണോ? സ്തോത്രം, ഏതോ രാജ്യത്തിന്റെ പെർമനന്റ് റെസിഡൻസ് കാർഡാണോ? എന്താണ് നിന്റെ ഏറ്റവും വലിയ കരുതൽ? ശുശ്രൂഷയാണോ നിന്റെ കരുതൽ? നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കരുതൽ അഭിഷേകമാണോ നിന്റെ കരുതൽ? അല്ലേ, അല്ല. നിന്റെ ഏറ്റവും വലിയ കരുതൽ, നിന്റെ ഏറ്റവും വലിയ കരുതൽ സകല നാമത്തിന് മേലായ നാമമായ നസ്രേനായ യേശു. റോമർ 8:32 ഓൾറെഡി ബിജു പാസ്റ്റർ അത് പറഞ്ഞതാണ്. റോമർ 8:32. സ്തോത്രം, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കരുതൽ സ്തോത്രം യേശുവാണ്. റോമർ 8:32 പറയുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ തന്നോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സകലതും നമുക്ക് നൽകാതെ ഇരിക്കുമോ? ഇസ്രായേലിനോട് ദൈവം ഇത് എക്സാക്ട്ലി പറയുകയുണ്ടായി. മിസ്രൈമിൽ നിന്ന് അവർ
പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ മരുഭൂമിയിൽ പോകുന്നത്, എൻ്റെ ദൂതനെ, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്ന് ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നു. ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, സ്തോത്രം, എൻ്റെ ദൂതനെ ഞാൻ നിനക്ക് മുൻപായി അയക്കുന്നു. എവിടെ ദ ഏഞ്ചൽ എന്നെഴുതിയിരിക്കുന്നു, അത് തൃത്വത്തിൽ രണ്ടാമനാണ്. എത്ര സ്തോത്രം പറഞ്ഞു. എവിടെ ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ് എന്നെഴുതിയിരിക്കുന്നു, അത് തൃത്വത്തിൽ രണ്ടാമനാണ്. കാരണം ദൈവത്തിന് അനവധിയായ ദൂതന്മാർ ഉണ്ട്. സ്തോത്രം, പിണറായിക്ക് അണികളുണ്ട്, മോഡിക്ക് അണികളുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് ദൂതന്മാരുണ്ട്. സ്തോത്രം, ഈ ഭൂമിയിൽ കാണുന്നതായ ഇന്നത്തെ ജനതയേക്കാൾ, ഇന്നലകൾ ജീവിച്ച് ഇന്ന് ജീവിച്ച് നാളെ കാലമുണ്ടെങ്കിൽ ജനിച്ച് ജീവിപ്പാൻ പോകുന്നതായ ജനതയേക്കാൾ ദൈവത്തിന് ദൂതന്മാരുണ്ട്. കാരണം എൻ്റെ ദൈവം ലോക്കൽ അല്ല, എൻ്റെ ദൈവം പ്രാദേശിക നേതാവല്ല. നമ്മുടെ ദൈവം സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാദപീഠം. ആ ദൈവത്തിൻ്റെ ദൂതന്മാർ എത്രയുണ്ട്? കാൽക്കുലേറ്റർ എടുത്ത് ഗുണിച്ചു നോക്കിയാട്ടെ. 1000 ഗുണം 1000 ഗുണം 10000 ഗുണം 10000. സ്തോത്രം, അത്രയും ദൂതന്മാർ ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിക്കുകയാണ്. നീ വായപ്പൂട്ടി മിണ്ടാതിരുന്നാലും ആ ദൂതന്മാർ ദൈവത്തെ ഇന്ന് രാത്രിയിലും ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ കോടാനുകോടി ദൂതന്മാർ ദൈവത്തിനുണ്ടെങ്കിലും കർത്താവ് പറഞ്ഞു, ഏതെങ്കിലും ഒരു സറാഫിനെ വിടാം, ഏതെങ്കിലും ഒരു ദൂതനെ വിടാം എന്നല്ല. സ്തോത്രം, ഇസ്രായേലേ, നീ എൻ്റെ ആദ്യജാതനാണ്. ഇസ്രായേലേ, നീ എൻ്റെ ആദ്യജാതനായതുകൊണ്ട് സ്നേഹനിധിയായ ദൈവം പറഞ്ഞു, സ്തോത്രം, ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, തൃത്വത്തിൽ രണ്ടാമൻ നിന്നോട് കൂടെ, നിനക്ക് മുൻപായി ഇതാ നടക്കുന്നു. യേശു നിനക്ക് മുൻപായി നടക്കുന്നു എന്ന ദൂത്. യേശു നിനക്ക് മുൻപായി നടക്കുന്നു. 3 പേരെ നോക്കി പറഞ്ഞാട്ടെ, യേശു നിങ്ങൾക്ക് മുൻപായി നടക്കുന്നു. പറ, യേശു നിങ്ങൾക്ക് മുൻപായി നടക്കുന്നു. ഹേ വെബ് സ്ട്രീം കാണുന്നതായ വ്യക്തികളെ, യേശു നിനക്ക് മുൻപായി നിൽക്കുന്ന ഒരു വാതിലും തട്ടി ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടോ എന്ന് നീ തട്ടി അതേ കയ്യിൽ സ്തോത്രം തഴമ്പ് വരേണ്ട കാലം കഴിഞ്ഞു പോയി. നിന്റെ മുൻപിൽ ഇതാ താനേ വാതിലുകൾ തുറക്കുവാൻ പോകുന്ന കാര്യം. യേശു നിനക്ക് മുൻപായി നടക്കുന്നു. ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നവൻ, താമ്ര ഭിത്തികളെ ഉടയ്ക്കുന്നവൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, ഇല്ലാത്ത വഴികളെ നിനക്ക് വേണ്ടി ഉളവാക്കുന്നവൻ യേശു നിനക്ക് മുൻപായി നടക്കുകയാണ്. സ്തോത്രം, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കരുതൽ കർത്താവായ യേശുവാണ്. ഒരിക്കലും മറന്നു പോകല്ല്. 1ാം സ്ഥാനം യേശുവാണ്. സംഘടനയെ ആരാധിക്കല്, യേശുവിനെ ആരാധിക്ക്. അഭിഷേകത്തെ ആരാധിക്കല്, ശുശ്രൂഷയെ ആരാധിക്കല്, യേശുവിനെ ആരാധിക്ക്. ആരോഗ്യമുള്ള മക്കളെ ആരാധിക്കല്. മക്കളെ അംഗവൈകല്യമില്ലാതെ ആരോഗ്യത്തോടെ തന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തെ ആരാധിക്ക്. വരുമാനങ്ങളെയും ജോലിയും പ്രൊഫഷനെയും ആരാധിക്കല്. മന്ദബുദ്ധിയായി അതേ സ്തോത്രം കിടക്കേണ്ട സ്ഥാനത്ത് ഇല്ലാത്ത ബുദ്ധി നൽകി, ഇല്ലാത്ത കരുതൽ നൽകി ഇത്രത്തോളം പരിപാലിച്ച് നടത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുക. കമാൻ, കൈയടിച്ചു നിർത്തല്ലേ. യേശുവിൻ്റെ രക്തം ജയം. എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എങ്കിൽ, എന്തെങ്കിലും ദൈവത്തിന് ലഭിച്ചു എങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കട്ടെ. ഏറ്റവും വലിയ കരുതൽ കർത്താവ് യേശുവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് വേദപുസ്തകം പറയുന്നു, ആ യേശു നിന്നെ തേടി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന 1 തിമോഥെയോസിലെ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം പറയുകയാണ്, സ്തോത്രം, അതേ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു എന്ന വിശ്വാസ്യം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. മഹാന്മാരുടെ ഇടയിൽ പേരെടുപ്പാനല്ല യേശു വന്നത്, മതം സ്ഥാപിപ്പാനല്ല യേശു വന്നത്, അത്ഭുതം ചെയ്ത് കയ്യടി മേടിപ്പാനും ജനത്തെ കൊണ്ട് കുറച്ച് ഹോശന്ന വിളി കൂട്ടാനുമല്ല യേശു വന്നത്. നിനക്ക് വേണ്ടി മരിക്കുവാൻ, നിനക്ക് വേണ്ടി മരിപ്പാൻ യേശു ഈ ലോകത്തിൽ കടന്നു വന്നു. കാരണം വിശുദ്ധ രക്തം ചൊരിയാതെ പരിശുദ്ധ സ്വർഗത്തിലേക്ക് നിനക്ക് എത്തുവാൻ കഴിയത്തില്ല. വിശുദ്ധ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ പരിശുദ്ധ രക്തം ഭൂമിയിലേക്ക് ചൊരിയപ്പെടണം. എബ്രായർ 9:22 പറയുന്നു, വിതൗട്ട് ഷെഡിംഗ് ബ്ലഡ് there is no remission. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ തേടി ഈ ലോകത്തിൽ കടന്നു വന്ന് പാപമില്ലാത്ത രക്തത്തെ, പരിശുദ്ധ രക്തത്തെ കർത്താവ് യേശു നിനക്ക് വേണ്ടി ചൊരിയുകയുണ്ടായി. യേശു ഈ ലോകത്തിൽ ആവുമ്പോഴും പരീശന്മാരും ന്യായശാസ്ത്രന്മാരും ചോദിച്ചു, വാട്ട്സ് ദ പർപ്പസ്? എന്തിനു വേണ്ടി നീ ഈ ലോകത്തിലായിരിക്കുന്നു?
മത്തായി 20:28, മർക്കോസ് 10:45 യേശു കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവനം നൽകുവാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ജീവനം നൽകുവാൻ വന്നിരിക്കുന്നു. നിന്റെ പോക്കറ്റ് നോക്കി, നിന്റെ കോഴിയെ നോക്കി, നിന്റെ ആടിനെ നോക്കി, ആ കറുത്ത ആടിനെ താ, ആ കറുത്ത കോഴിയെ താ, കുറച്ച് പൂവിനെ താ, കുറച്ച് എണ്ണയെ താ, കുറച്ച് മെഴുകുതിരിയെ താ, കുറച്ച് അത് താ, നേർച്ച താ, കാഴ്ച താ എന്ന് അത് ഇരക്കുന്നവനല്ല ദൈവം. എൻ്റെ ദൈവം തട്ടിയെടുക്കാനല്ല വന്നത്, അവൻ തന്നെത്താൻ നിനക്ക് വേണ്ടി തരുവാൻ വേണ്ടി വന്നു. യേശു സ്തോത്രം. ഈ ലോകത്തിൽ നീ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലായി ജീവിപ്പാൻ, ഹല്ലേലൂയ, കത്തുന്ന നരകത്തിൽ നിന്ന് തേജസ്സിൻ്റെ സ്വർഗത്തിലേക്ക് നിന്നെ എത്തിപ്പാൻ നോക്കണം. കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. ഹി ഈസ് യുവർ നമ്പർ 1 പ്രൊവിഷൻ. നമ്പർ 1 സ്തോത്രം. നമ്പർ 2 രണ്ടാമതായി ഞാൻ വേഗത്തിൽ പറയട്ടെ. ഇസ്രായേൽ സഭയിലേക്ക് നോക്കിയാട്ടെ. സ്തെഫാനോസ് സ്തോത്രം യുദ്ധ പ്രസംഗിക്കുന്നതായ സമയത്ത് മരുഭൂമിയിലായിരുന്ന ഇസ്രായേൽ ജനത്തെ നോക്കി ഇപ്രകാരമാണ് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 7:38, the assembly in the wilderness. മരുഭൂമിയിലെ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ഉറവയെ അനുഭവിച്ച്, ദൈവത്തിന്റെ ഉറവയെ, അതെ സ്തോത്രം, ദൈവം ഉറവയായി അനുഭവിച്ചതായ ഇസ്രായേലിലെ ദൈവത്തിന്റെ സഭ ഈ പാൻഡമിക് കണ്ടീഷനിൽ, വാക്സിൻ ഇന്ന് വന്നാലും നാളെ വന്നാലും അടുത്ത മാസം വന്നാലും we won't care. കാരണം സ്തോത്രം, അവസാന ശ്വാസം വരെ നിന്റെ ഉറവ കർത്താവത്രേ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. യേശു നിന്റെ ജീവിതത്തിൽ ഉറവയാണെങ്കിൽ, യേശു നിന്റെ ജീവിതത്തിൽ ഉത്തരമാണെങ്കിൽ. നമ്പർ 2 രണ്ടാമത്തെ ഉറവ, രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ കരുതൽ എന്ന് പറയുന്നത്, ആരും കാണാത്ത വഴികൾ നിന്റെ മുൻപിൽ തുറക്കപ്പെടുക, ആരും അറിയാത്ത വഴികൾ നിന്റെ മുൻപിൽ തുറക്കപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ 4000 വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടലിന്റെ മീതെ ഇതാ ദൈവം തൻ്റെ മൂക്കിലെ ശ്വാസത്തെ അയക്കുകയാണ്. ദൈവം തൻ്റെ മൂക്കിലെ ശ്വാസത്തെ അയക്കുകയാണ്. ജലദോഷം വരാത്ത സർവശക്തനായ എൽ എലിയോൻ തൻ്റെ മൂക്കിലെ ശ്വാസം അയച്ചപ്പോൾ യഹൂദ തൽമൂദ് പറയുന്നു, 2200 കിലോമീറ്റർ വേഗതയുള്ള കാറ്റായി അത് മാറുകയുണ്ടായി. ഏത് കടലാണ് 2200 കിലോമീറ്റർ വേഗതയുള്ള കാറ്റടിച്ചാൽ വിഭാഗിക്കപ്പെടാത്തത്? ഏത് പസഫിക്കിനാണ്, ഏത് അറ്റ്ലാന്റിക്കിനാണ് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നത്? 2200 കിലോമീറ്റർ വേഗതയുള്ളതായ കാറ്റ് ഭൂമിയിലടിച്ചാലേ ഭൂമിയിലുള്ള ഒന്നും നിലനിൽക്കത്തില്ല. ഒരു കെട്ടിടമാകട്ടെ, ഒരു മരങ്ങളാകട്ടെ, മനുഷ്യരാകട്ടെ നിലനിൽക്കത്തില്ല. എന്നാൽ ദൈവം ശക്തിമാൻ മാത്രമല്ല, ദൈവം ബുദ്ധിമാനുമാണ്. അതുകൊണ്ട് കരയിൽ അവൻ കാറ്റടിപ്പിച്ചില്ല, കടലിൽ അവൻ കാറ്റടിപ്പിച്ചു. കരയിൽ അവൻ കാറ്റടിപ്പിച്ചില്ല, കടലിൽ അവൻ കാറ്റടിപ്പിച്ചു. ഇന്ന് രാത്രിയിലും ഏത് കോണിൽ തൻ്റെ കാറ്റിനെ അയക്കണമെന്ന് ദൈവത്തിനറിയാം. ഏത് കോണിൽ തൻ്റെ കരത്തെ ചലിപ്പിക്കണമെന്ന് ദൈവത്തിനറിയാം. നിന്റെ 2 ചെവികളുടെ ഇടയിലുള്ളതായ തലച്ചോറിൽ ഉദിക്കാത്ത ബുദ്ധി സർവജ്ഞാനിയായ ദൈവത്തിന് ഭയങ്കരമായി സ്തോത്രം അതേ വെളിപ്പെട്. ഓ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവം കടലിൽ കാറ്റടിപ്പിച്ച് ജനത്തിന് വേണ്ടി വഴികളെ തുറക്കുകയുണ്ടായി. ഏകദേശം 1.5 കിലോമീറ്റർ അധികം, അതായത് ആൾമോസ്റ്റ് 1 മൈലോളം വീതിയുള്ളതായ വലിയ ഒരു വഴിയാണ് ഇസ്രായേലിന് വേണ്ടി ദൈവം സ്തോത്രം കടലിൽ ഒരുക്കിയത്. ദൈവത്തിന്റെ ഉറവയായി വെളിപ്പെടുമ്പോൾ യങ്സ്റ്റേഴ്സിനെ നോക്കി ഞാൻ വിളിച്ചു പറയട്ടെ, 2021 നിന്റെ വർഷമാണ്. അടുത്ത വർഷം വഴിമുട്ടി നിൽക്കുന്ന വർഷമല്ല, വഴികൾ തുറന്ന് ദൈവത്തിന്റെ കരുതലിന്റെ ഹൈവേയിൽ, ദൈവത്തിന്റെ ഹൈവേയിൽ നീ മുന്നോട്ട് കുതിക്കുന്ന വർഷമാണ്. വഴികൾ തുറക്കുവാൻ പോകുന്നു. അത് അഡ്മിഷനായിട്ടായിരിക്കാം, അത് പ്രൊമോഷനായിട്ടായിരിക്കാം, അത് ആത്മീയ ശുശ്രൂഷകൾക്കായിരിക്കാം, അത് ഭൗതിക ജീവിത നിലവാരങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. യഹോവയിരേ ജീവിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ചലിക്കുന്നു, അതുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു. ഗെറ്റ് റെഡി. വഴികൾ തുറക്കുവാൻ പോകുന്നു. അടുത്തിരിക്കുന്ന 2 പേരെ നോക്കി പ്രവചിച്ചു പറഞ്ഞാട്ടെ, വഴികൾ എനിക്കായി തുറക്കുന്നു. പെട്ടെന്ന് പറഞ്ഞേ, വഴികൾ തുറക്കുന്നു, വഴികൾ തുറക്കുന്നു, വഴികൾ തുറക്കുന്നു. വിവാഹങ്ങൾക്കായി വഴികൾ തുറക്കുന്നു, വിദേശ യാത്രകൾക്കായി വഴികൾ തുറക്കുന്നു, ശുശ്രൂഷകൾക്കായി വഴികൾ തുറക്കുന്നു, ഭാവി ജീവിതത്തിന് മാറ്റുവാൻ വഴികൾ തുറക്കുന്നു. മാതാപിതാക്കൾ കണ്ടിട്ടില്ലാത്തത്, കുടുംബത്തിൽ വെളിപ്പെട്ടിട്ടില്ലാത്തത് ലഭിപ്പാൻ തക്കവണ്ണം വഴികൾ തുറക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസത്തിലല്ല, ഈ 7ാമത്തെ രാത്രിയിലെ നിന്റെ പ്രാർത്ഥനയും നിന്റെ ഗദ്ഗതവും നിന്റെ കണ്ണുനീരും കണ്ടു കഴിഞ്ഞവനായ ദൈവം ഈ ദൂത് നീ കേൾപ്പാൻ സ്തോത്രം നിന്നെ ഇതിന്റെ മുൻപിൽ ഈ ഹാളിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇതാ കാറ്റടിക്കുന്നു, വഴികൾ തുറക്കുകയാണ്.
പുറപ്പാട് പുസ്തകം 14 അധ്യായം 22 വാക്യം 29 വാക്യം വേദപുസ്തകം പറയുന്നു, കരയിൽ എന്നതുപോലെ ഇസ്രായേൽ കടലിലൂടെ നടന്നുപോയി. ദൈവം നിന്റെ റിസോഴ്സ് ആണ്, ദൈവം നിന്റെ സോഴ്സ് ആണ്, ദൈവം നിന്റെ ഉറവയാണ്. സ്തോത്രം. വീണ്ടും വേദപുസ്തകം പറയുന്നു, ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവമായ കർത്താവ് ശക്തന്മാരുടെ ഭോജനത്തെ നൽകിയുണ്ടായി. അവർ പട്ടിണി കിടന്നല്ല മരുഭൂമിയിലൂടെ കടന്നു വന്നത്. ശക്തന്മാരുടെ ഭോജനം എന്ന മലയാളം ബൈബിൾ പറയുന്നു. 78 സങ്കീർത്തനം 24-25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ശക്തന്മാരുടെ ഭോജനം. ആരാണ് ശക്തന്മാർ? മറ്റേ ജപ്പാനിലെ സുമോ ഗുസ്തി, ന്യൂ രാജസ്ഥാൻ മാർബിൾ, ട്രിവാൻഡ്രക്കാർക്ക് മനസ്സിലായിക്കാണ്. ഓ സ്തോത്രം, അതല്ല ശക്തന്മാർ. ഇന്ന് ജീവിച്ച് നാളെ മരിക്കുന്നതായ മനുഷ്യരല്ല ശക്തർ. സ്തോത്രം. അതെ, ശക്തന്മാർ എന്നവിടെ എഴുതിയിരിക്കുന്നത് ഗോഡ്സ് ഏഞ്ചൽസ്, ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ ദൂതന്മാരുടെ ആഹാരം. ശക്തന്മാരുടെ സ്തോത്രം ആഹാരം, തന്റെ ദൂതന്മാർ ദൈവത്തിന്റെ സ്തോത്രം ആജ്ഞാനുവർത്തികളാണ്. എന്നാൽ ആജ്ഞാനുവർത്തികൾക്ക് ദൈവം കൊടുക്കുന്നത് ഇതാ തൻ്റെ മക്കൾക്ക് വേണ്ടി, താൻ തിരഞ്ഞെടുത്ത ജനത്തിനു വേണ്ടി 4000 വർഷങ്ങൾക്ക് മുമ്പ് പൊടിയിപ്പിച്ചു കൊടുത്തു. സ്തോത്രം. 78 സങ്കീർത്തനം 25 വാക്യം പറയുന്നു, മനുഷ്യർ ശക്തന്മാരുടെ അപ്പം തിന്നും, അവൻ അവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നിന്റെ സ്തോത്രം, ദൈവം നിന്റെ ജീവിതത്തിൽ അതേ സ്തോത്രം സോഴ്സ് ആണെങ്കിൽ, ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ച് നിത്യം ജീവിച്ചിടുവാൻ എന്ന് സങ്കീർത്തനക്കാരൻ അതേ എഴുതിയിരിക്കുന്നത് പോലെ, പാട്ടുകാരൻ പാടിയിരിക്കുന്നത് പോലെ, അത് പാടാനുള്ളതല്ല, അത് പറയാനുള്ളതല്ല, അത് അനുഭവിപ്പാനുള്ളതത്രേ. ആരും അറിയാത്ത ശ്രേഷ്ഠ ഭോജനം ഞാൻ ഭുജിച്ച് ജീവിപ്പാൻ. 1997 വർഷത്തിൽ 1997 ഓഫ് കോഴ്സ് ആദ്യമായി ഞാൻ യൂറോപ്പിലെത്തി. തൊട്ടടുത്ത വർഷത്തിൽ 1998 അവരെന്നെ സ്പിരിച്വൽ കൗൺസിലറായി അതേ യോഗത്തിന് സ്തോത്രം ക്ഷണിക്കുകയുണ്ടായി. യൂറോപ്പിൻ്റെ 14 രാജ്യങ്ങൾ ഒരുമിച്ച് ഇരിക്കുന്നതായ ആ യോഗം, അർജന്റീനയിൽ നിന്ന് ഒരു ദൈവത്തിൻ്റെ ദാസൻ ആ മീറ്റിങ്ങിനെ കടന്നു വന്ന് ശുശ്രൂഷിക്കണം. അദ്ദേഹത്തിൻ്റെ പേരാണ് ക്ലൗഡിയോ ഫ്രൈസൺ. എന്നാൽ ലാസ്റ്റ് സെക്കൻഡിൽ സ്തോത്രം അവർ ഇപ്രകാരം പറഞ്ഞു, ക്ലൗഡിയോ ഫ്രൈസന് വരാൻ കഴിയത്തില്ല. മിനിസ്റ്റേഴ്സ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ, ഓസ്ട്രേലിയയിൽ, അമേരിക്കയിൽ, യൂറോപ്പിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ളതായ ശുശ്രൂഷകന്മാർ ഒരുമിച്ച് കൂടി അവർ വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ ക്ലൗഡിയോ ഫ്രൈസൺ വരുന്നില്ല, ആ സ്ഥാനത്ത് ആരാണ് ശുശ്രൂഷിക്കേണ്ടത്? ഏറ്റവും മഠയത്തരം എന്ന് പറയത്തക്ക ക്രമത്തിൽ, ഏറ്റവും മഠയത്തരമായ തീരുമാനമെന്ന് പറയത്തക്ക വിധത്തിൽ അവരെല്ലാവരും കൂടെ പരിശുദ്ധാത്മാവിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അവർ ഈ പ്രകാരം പറഞ്ഞു, ഏഷ്യ റെപ്രസെന്റ് ചെയ്ത് ഒരുത്തനെ വന്നിട്ടുള്ളൂ, അവൻ ഇന്ത്യയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഇന്ത്യയുടെ തെക്ക് നിന്നാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാമോ എന്നറിയത്തില്ല. അസൂയയില്ലാത്തവർ സ്തോത്രം പറയട്ടെ. അവസാനം യോനയ്ക്ക് നറുക്ക് വീണത് താഴേക്ക് പോകാനെങ്കിൽ എനിക്ക് നറുക്ക് വീണത് ആ പ്ലാറ്റ്ഫോമിൽ കയറുവാനാണ്. ഒന്നാമത്തെ ദിവസം how God anointed Jesus Christ of Nazareth with the Holy Ghost and with the power. നാസറേനായ യേശുവിനെ പരിശുദ്ധ ആത്മാവിനാലും ശക്തിയാലും ദൈവം അഭിഷേകം ചെയ്തതും ആ ദൂത് പറഞ്ഞ് ആൾട്ടർ കോൾ കൊടുക്കുമ്പോൾ ദൈവകൃപയാൽ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ, twisted legs and hands, വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന കൈകാലുകൾ നേരെ ഇറങ്ങി വരുന്ന ക്രിയേറ്റീവ് മിറക്കിൾസ് ഞങ്ങൾ കണ്ടു. ഹല്ലേലൂയ. ആ മീറ്റിങ്ങിന്റെ കോർഡിനേറ്റർ ഭയങ്കര സന്തോഷമായി. സ്തോത്രം. വളഞ്ഞു പൊളഞ്ഞിരിക്കുന്ന കൈകാലുകൾ നേരെയായി. സ്തോത്രം. ക്യാൻസറുകൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അപ്രത്യക്ഷമായി. അവർ പറഞ്ഞു, സ്തോത്രം ഒരു കാര്യം ചെയ്യും, അതേ ഞാൻ ആ പാസ്റ്റർ ക്ലൗഡിയോ ഫ്രൈസന് വേണ്ടി ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഹോട്ടൽ റൂം ഒഴിഞ്ഞു കിടക്കുന്നു, ഈ 3 ദിവസം നീ പോയി അവിടെ താമസിച്ചാടെ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരും അറിയാത്തത് നിനക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം, ആരും അറിയാത്തത് യേശുവിൻ്റെ നാമത്തിൽ കയറി വാ. ഹല്ലേലൂയ. ഹോട്ടൽ എന്ന് കേട്ട് കൈ അടിക്കാതെ, അത്ഭുതമെന്ന് കേട്ട് കൈയടിക്കാതെ, എനിക്കും നിനക്കും വേണ്ടിയത് പ്ലാറ്റ്ഫോം അല്ല, എനിക്കും നിനക്കും വേണ്ടിയത് ചാൻസ് അല്ല, ഓപ്പർച്യൂണിറ്റി അല്ല, എനിക്കും നിനക്കും വേണ്ടിയത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അതിൽ മറഞ്ഞിരുന്നാട്ടെ യേശുണ്ടോ, ആരും തിന്നാത്തത്, ആരും ചിന്തിക്കാത്തത്, ആരും പ്രാർത്ഥിക്കാത്തത് നിന്റെ മുൻപിൽ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. ശക്തന്മാരുടെ ഭോജനമാകുന്ന മന്ന എല്ലാ ദിവസവും രാവിലെ ഇതാ പെയ്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇസ്രായേൽ ജനം ഗുഡ് മോർണിംഗ് പറഞ്ഞ് കൂടാരത്തിൽ നിന്ന് ഇറങ്ങി പുറത്തു വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഇതാ മന്ന പെയ്തിറങ്ങി കിടക്കുന്നു. ഇന്നും നീ കണ്ണ് തുറന്ന് രാവിലെ എണീക്കുന്നതിന് മുൻപ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുള്ളത് കരുതലോടെ തരുവാൻ ഇറ്റ് ഈസ് റെഡി. കാരണം ദൈവമാണ് നിന്റെ റിസോഴ്സ്. വീണ്ടും വേദപുസ്തകം പറയുന്നു 78 സങ്കീർത്തനം അതേ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ മന്ന തിന്ന് വെജിറ്റേറിയൻ തിന്ന്
ബോറടിച്ചപ്പോൾ അവർ ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, വെജിറ്റേറിയൻ മാത്രമല്ല ഞങ്ങൾക്ക് വേണ്ടിയത്, ഈവൻ ദോ ഇറ്റ് ഇസ് എ പെർമിസിബിൾ, ഇറ്റ് വാസ് ഇൻ എ പെർഫെക്റ്റ് വിൽ. അവർ ദൈവത്തോട് പറഞ്ഞു, ഞങ്ങൾക്ക് നോൺ വെജിറ്റേറിയൻ വേണം. കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു, തൻ്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. കാടപ്പക്ഷിയും മന്നയും ഇസ്രായേൽ പാളയത്തിൽ കൊടുത്തു എന്ന്. നോൺ വെജിറ്റേറിയനായി ക്വേൽ അഥവാ കാട ഇതാ കടന്നു വരികയാണ്. കാട കടന്നു വരികയാണ്. ഹേ, ദൈവകൃപയിൽ ആഗ്രഹിക്കുന്ന, ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ഹിതത്തിൽ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നിനക്ക് തരും. സ്തോത്രം. അതെ, കണ്ടീഷൻ കർത്താവിൽ തന്നെ രസിച്ചു കൊള്ളുക. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, കർത്താവിൽ തന്നെ രസിച്ചു കൊള്ളുക. നിന്റെ രസം ക്രിക്കറ്റ് അല്ല, നിന്റെ രസം ഫുട്ബോൾ അല്ല, നിന്റെ രസം TV അല്ല, നിന്റെ രസം പാപവും പോർണോഗ്രാഫിയുമല്ല. അവൻ്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയും അവൻ്റെ വലതു ഭാഗത്തുള്ള പ്രമോദമായി കർത്താവിൽ രസിക്കുന്നവനെങ്കിൽ, കർത്താവിൻ്റെ ഹൃദയമിന്നത മനസ്സിലായി അവന്റെ ഹൃദയത്തോട് നിന്റെ ഹൃദയം യോജിക്കുമ്പോൾ, ഞാൻ ആവർത്തിക്കുന്നു, അവന്റെ ഹൃദയത്തോട് നിന്റെ ഹൃദയം യോജിക്കുമ്പോൾ ഇന്നും നിനക്ക് വേണ്ടി അതേ സ്തോത്രം കിഴക്കൻ കാറ്റ് കടന്നു വരിക. കിഴക്കൻ കാറ്റ്, ശബ്ദം ഉയർത്തി പറഞ്ഞ്, എന്തോ കാറ്റാണ് കിഴക്കൻ കാറ്റ്? കിഴക്കൻ കാറ്റ് ഇതാ കാടയെ കൊണ്ടുവരികയാണ്. കിഴക്കൻ കാറ്റ്, എനിക്ക് നേരമില്ല പല കാറ്റുകളെ കുറിച്ച് പറയുവാൻ. കിഴക്കൻ കാറ്റ്, തെക്കൻ കാറ്റുമുണ്ട്, പക്ഷേ ഇതാ കിഴക്കൻ കാറ്റ് കരുതൽ കൊണ്ടുവരുവാൻ പോകുന്നു. 2021 നോ മോർ കൊറോണ വർഷം. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ കൊത്തമണം നിന്റെ കാടയെ നിന്നിലേക്ക്, നിന്റെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന കിഴക്കൻ കാറ്റ് ഇതാ വീശുന്നു. സ്തോത്രം. ദൈവം നിന്റെ റിസോഴ്സ് ആണ്. വീണ്ടും വേദപുസ്തകം പറയുന്നു, സ്തോത്രം. അതേ ആവർത്തന പുസ്തകം 29 അധ്യായം 5 വാക്യം വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം 29:5 നിങ്ങൾ വായിക്കുമ്പോൾ, അതിൻ്റെ 8 അധ്യായം 4 വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, ആവർത്തന പുസ്തകം തന്നെ 8 അധ്യായം 4 വാക്യം വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, എക്സ്ട്രാ ക്ലോത്ത് ഇല്ലാതെ, എക്സ്ട്രാ വസ്ത്രമില്ലാതെ 40 വർഷക്കാലം ദൈവം അവരെ വഴി നടത്തി. 40 വർഷം എന്ന് പറയുന്നത് ഒരു തലമുറയാണ്. 40 വർഷം ഒരു തലമുറയാണ്. ആ 40 വർഷക്കാലം സ്തോത്രം. അതേ, അവർ മരുഭൂമിയിലൂടെ ഇതാ നടന്നു പോകുമ്പോൾ അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ചിന്തിച്ചാട്ടെ, നിങ്ങൾക്ക് ഒരു ജോഡി വസ്ത്രം സ്തോത്രം അത് എത്ര നാൾ യൂസ് ചെയ്യാൻ കഴിയും? ഇത്രയും ലൈറ്റിൻ്റെ മുൻപിൽ നിന്ന് അതേ ശുശ്രൂഷിക്കുക. കാണുന്നവർക്ക് നല്ല ചേല, പക്ഷെ നിൽക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് ഒരൊറ്റ സെഷൻ മാത്രമേ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ വസ്ത്രമിടുവാൻ കഴിയത്തുള്ളൂ. കാര്യം അത്രയ്ക്ക് ഭയങ്കരമായി നമ്മൾ വിയർക്കുക. നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇല്ലായിരിക്കാം, ഒരു ജോഡി വസ്ത്രം ദിനം പ്രതി നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം. എന്നാൽ 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തിന്റെ വസ്ത്രം പഴകാതെ, അവിടെ ചെരുപ്പ് തേഞ്ഞു പോകാതെ ദൈവം സൂക്ഷിച്ചു. ചിന്തിച്ചാട്ടെ, 10 വയസ്സുള്ളതായ ഒരു കുട്ടി മിസ്രൈമിൽ നിന്ന് വിടിവിക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വയസ്സ് 10. ആ 10 വയസ്സ് പ്രായമുള്ള കുട്ടി 40 വർഷക്കാലം മരുഭൂമിയിൽ വളരുകയാണ്. 40 വർഷക്കാലം ആ കുഞ്ഞ് മരുഭൂമിയിൽ വളരുകയാണ്. ആദ്യം അവൻ ബേബി സൈസ് ഇട്ടാണ് ഇറങ്ങിയത്. എന്നാൽ ആ കുട്ടി വളരുകയാണ്. വളരുമ്പോൾ പിന്നെ രണ്ടാമത് അവൻ ആവശ്യം സ്തോത്രം സ്മോൾ സൈസ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ ആവശ്യം സ്തോത്രം മീഡിയം സൈസ്. പിന്നെ അവൻ ആവശ്യം സ്തോത്രം ലാർജ് സൈസ്. ആ രണ്ടെന്നെ തുറച്ചു നോക്കി. പിന്നെ അവൻ ആവശ്യം എക്സ്ട്രാ ലാർജ് സൈസ്. അതുകൊണ്ട് ഞാൻ നിർത്തട്ടെ. കർത്താവ് എല്ലാവരെയും ആരോഗ്യത്തിൽ സൂക്ഷിക്കട്ടെ. ഹല്ലേലൂയ. സ്മോൾ ബേബി സൈസ് തുടങ്ങി. അതേ സ്തോത്രം. അതെ, സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസ്. കുഞ്ഞ് വളരുന്നതനുസരിച്ച് ആ വസ്ത്രവും വളർന്നുകൊണ്ടേയിരുന്നു. കുഞ്ഞ് വളരുന്നതനുസരിച്ച് ആ മരുഭൂമിയിൽ വസ്ത്രം വളർന്നു. അർത്ഥം വസ്ത്രം പഴകിയില്ല. കുഞ്ഞ് വളരുന്നതനുസരിച്ച്, നിന്റെ ബൈബിളാ ഞാൻ പറയുന്നത്, ആ ചപ്പലും വളർന്നുകൊണ്ടേയിരുന്നു. യേശുവിൻ നാമത്തിൽ ദൈവത്തിന്റെ കരുതൽ. നിന്റെ വസ്ത്രം അത്ഭുതമാകട്ടെ, നിന്റെ ചപ്പൽ അത്ഭുതമാകട്ടെ, നിന്റെ ജീവിതം അത്ഭുതമാകട്ടെ. യഹോവ ഇരേ, ദാതാവാം ദൈവം നീ മാത്രം മതി എനിക്ക്. കരങ്ങളെ അടിച്ച് ജനം ദൈവത്തെ സ്തുതിച്ചാട്ടെ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം. ആവർത്തന പുസ്തകം 8 അധ്യായം 15 വാക്യം വായിക്കുമ്പോൾ, ദൈവം അവിടെ റിസോഴ്സായി കർത്താവരോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അത്ഭുതകരമായ പ്രൊട്ടക്ഷൻ അവിടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത്ഭുതകരമായ പ്രൊട്ടക്ഷൻ, സംരക്ഷണം അവിടെ ജീവിതത്തിലുണ്ടായിരുന്നു. ആവർത്തന പുസ്തകം 8 അധ്യായം 15 വാക്യം, അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയും ഉള്ളതുമായ ഭയങ്കരമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും, the furious wilderness, മറ്റൊരു ട്രാൻസ്ലേഷനിൽ എഴുതി
എഴുതിയിരിക്കുന്നു, the terrific wilderness, ഭയങ്കരമായ മരുഭൂമിയിലൂടെയാണ് അവരെ കൊണ്ടുവരുന്നത്. ഇന്ന് ആ മരുഭൂമിയിലൂടെ കടന്നുപോയി ദിവസങ്ങൾ കഴിയുമ്പോൾ, ദിവസങ്ങൾ വേണ്ട മണിക്കൂറുകൾ കഴിയുമ്പോൾ മോഹാലസ്യപ്പെട്ട് സ്തോത്രം ജനം ആ മരുഭൂമിയിൽ വീഴും. ഞാൻ മരുഭൂമിയിൽ നടന്നിട്ടുണ്ട്. കുവൈറ്റിൻ്റെ നോർത്തേൺ പാർട്ടിൽ ഇറാഖി ബോർഡറിലുള്ളതായി മരുഭൂമിയിൽ ഞാൻ നടന്നിട്ടുണ്ട്. ചില മിനിറ്റ് കഴിയുമ്പോൾ കുളിച്ചതുപോലെ വിയർക്കും. പിന്നെ അല്ലേ മണിക്കൂറുകളാകുമ്പോൾ ബോധം കെട്ട് വീഴും. പിറ്റേ ദിവസം ഡെഡ് ബോഡി ആയിരിക്കും. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരുണ്ട്. ആ കഴുകന്മാർ പറന്നു വന്ന് ഈ മാംസം കൊത്തിപ്പറിക്കും. ദിവസങ്ങൾ കഴിയുമ്പോൾ അസ്ഥി പഞ്ചരം ആയി പോകുക. ഇതാണ് മരുഭൂമിയുടെ അവസ്ഥ. മാത്രമല്ല മരുഭൂമിയിൽ സർപ്പങ്ങളുണ്ട്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാമ്പുകളുണ്ട്. പതിനായിരക്കണക്കിന് പാമ്പുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് തേളുകളുമുണ്ട്. ആ തേളും പാമ്പുമുള്ള ഭയങ്കരവും ഭീകരവുമായ മരുഭൂമിയിലൂടെയാണ് ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ ഇസ്രായേലിനെ നടത്തുന്നവനായുള്ളവേ. സ്വർഗത്തിലെ ദൈവം നല്ല ഇടയൻ തൻ്റെ ജനത്തെ ഒരു മണിക്കൂറല്ല, ഒരു തലമുറ, 40 വർഷക്കാലം 1 ജനറേഷൻ, ഒരു തലമുറ അതിശയമായി നടത്തിയത്. ആ പാളയത്തിലേക്ക് നിങ്ങൾ ഇന്ന് രാത്രി കടന്നു പോയാൽ, മമ്മി എന്നെ തേള് കുത്തി, പാപ്പാ എന്നെ പാമ്പ് ഓടിച്ചു എന്ന് ഒരു കുട്ടി പറയത്തേയില്ല. കാര്യം സ്തോത്രം പാമ്പും തേളുമുള്ളതായ മരുഭൂമിയാണെങ്കിലും അതവരുടെ കണ്ണിൽ പെടാതെ വണ്ണം, അതവരെ അടുക്കാതെ വണ്ണം ദൈവം അവരെ സംരക്ഷിച്ചു. നിന്റെ കോമ്പൗണ്ടിൽ സ്തോത്രം കരിമൂർക്കം കയറാൻ പാടില്ല യേശുവിൻ്റെ നാമത്തിൽ. വിഷസർപ്പങ്ങൾ സ്തോത്രം നിന്റെ കണ്ണിൽ പെടാൻ പാടില്ല. അത് ആ പഞ്ചായത്തിൽ നിന്ന് ഓടിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പാമ്പില്ല കോളനി, പാമ്പില്ല കോമ്പൗണ്ട്. കാരണം നിനക്ക് കാവൽ ലോക്കൽ ഗൂർക്കയല്ല, അതേ യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് നിന്റെ കാവൽ. ഇൻ ജീസസ് നെയിം വായു തുറന്ന് ആരാധിക്കുക. കം ഓൺ ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ഒരു പാമ്പും ഒരു തേളും നിന്നെ തൊടുവാൻ പാടില്ല. ദൈവം നിന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ ആന്ധ്രയിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഒരു സ്പിരിച്വൽ മാതാവിനെ കണ്ടു. അവൾ ഈ പ്രകാരം പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ വലിയ ഹൈ കാസ്റ്റ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ ഒറ്റയ്ക്ക് രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നത്. അവൾ പറഞ്ഞു, ഞാൻ ഔന്നത്യമായ വലിയ കുടുംബത്തിലും വലിയ സ്തോത്രം അതേ വലിയ കാസ്റ്റിൽ വലിയ ജാതിയിൽപ്പെട്ട അനുഭവത്തിൽ നിന്നാണ് വന്നേ. എൻ്റെ കുടുംബക്കാർ എല്ലാവരും എതിരായിരുന്നു. എൻ്റെ സഹോദരന്മാർ എല്ലാവരും സ്തോത്രം എനിക്കെതിരായി എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി പടിയടച്ച് പിണ്ടം വെച്ച് തൊട്ടടുത്തുള്ളതായ ചെറിയൊരു ഒറ്റമുറി വീട്ടിലാണ് ഞാൻ താമസിച്ചത്. പക്ഷേ എല്ലാ ദിവസവും ഞാൻ ചർച്ചിൽ പോകും. ഒരൊറ്റ യോഗം പോലും ഞാൻ ഉപേക്ഷിക്കത്തില്ല. ഞാൻ മീറ്റിങ്ങിന് ഒറ്റയ്ക്ക് പോകും, ഞാൻ ഒറ്റയ്ക്ക് മടങ്ങി വരും. ഞാൻ ഒറ്റയ്ക്ക് പോകും, ഞാൻ ഒറ്റയ്ക്ക് മടങ്ങി വരും. നാളുകൾ ചിലത് കഴിഞ്ഞു. എന്നെ തൊട്ട കർത്താവ് എൻ്റെ വീട്ടിലുള്ള ചിലരെയല്ല എല്ലാവരെയും തൊട്ടു. എൻ്റെ തൊട്ട കർത്താവ് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും തൊട്ടപ്പോൾ അവർ മൂക്കത്ത് വിരൽ വെച്ച് എന്നോട് ചോദിച്ച ഒരു കാര്യമുണ്ട്. നിന്നെ ചർച്ചിൽ കൊണ്ടുപോകാനോ ചർച്ചിൽ തിരിച്ചു കൊണ്ടുവരുവാനും ഒരു കൂട്ടം ബലിഷ്ഠരായ ആൾക്കാർ കൂടെ നടന്നല്ലോ, അവരാരാണ്? അവർ ചോദിച്ചേ, ബലിഷ്ഠരായ ആൾക്കാരോ, നല്ല ആരോഗ്യമുള്ള ആൾക്കാരോ? അവർ പറഞ്ഞു, സ്തോത്രം ഞങ്ങൾ മാത്രമല്ല, അതെ ഞങ്ങൾ ചില ഗുണ്ടകളെ അതെ ഏർപ്പാട് ചെയ്തിരുന്നു. നിന്നെ തല്ലാൻ, നിന്റെ തലയെ പൊട്ടിക്കാൻ, നിന്നെ അടിച്ച് നിന്റെ കയ്യും കാലും ഓടിച്ച് നിന്നെ ചർച്ചിൽ പോകാതെ വീട്ടിൽ കിടത്താൻ ഞങ്ങൾ നിന്നെ കുറേ ഗുണ്ടകളെ അയച്ചു. ആദ്യത്തെ ദിവസം 4 പേർ വന്നു, അപ്പോൾ നിന്റെ കൂടെ 8 പേർ നടക്കുന്നു. പിന്നത്തെ ദിവസം 8 പേർ വന്നു, അപ്പോൾ നിന്റെ കൂടെ 16 പേർ നടക്കുന്നു. അതേ സ്തോത്രം, ആരാ നിന്റെ കൂടെ നടന്നത്? അപ്പോഴാണ് സഹോദരിക്ക് മനസ്സിലായത്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം മ്യൂസിയം പോലീസ് അല്ല, സ്വർഗത്തിലെ ദൂതന്മാർ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളു. ഭയങ്കരവും ഭീകരവുമായ അതേ സ്തോത്രം മരുഭൂമിയിലൂടെ അത്ഭുതകരമായി സംരക്ഷിച്ച് നടത്തുന്ന ദൈവം. ഓപ്പറേഷൻ തൊടാതെ, കീമോതെറാപ്പി തൊടാതെ, ഡോക്ടർമാരുടെ കയ്യിൽ വീഴാതെ, ഓപ്പറേഷൻ ടേബിളിൽ കിടക്കാതെ, ICU നിനക്കുള്ളതല്ല, ആംബുലൻസ് നിനക്കുള്ളതല്ല. അവൻ്റെ ആടി പിണറുകളാൽ ഇന്ന് രാത്രി നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ പകുതി ആരോഗ്യത്തിൻ്റെ അല്ല, പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ദൈവം. വിശ്വസിക്കുന്ന 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം ദൈവത്തിൻ്റെ കരുതൽ എന്ന് പറയുന്നത് കർത്താവിൻ്റെ റിസോഴ്സ് എങ്കിൽ സ്തോത്രം അതേ ദൈവത്തിൻ്റെ സംരക്ഷണ നിൻ്റെ ജീവിതത്തിലുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു നിർത്തട്ടെ. സ്തോത്രം അതേ ദൈവത്തിൻ്റെ സംരക്ഷണം അവരോട് കൂടെയുണ്ട്, ദൈവത്തിൻ്റെ കരുതൽ അവരോട് കൂടെയുണ്ട്. കർത്താവ് അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നു, നോൺ വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നു. അവസാനമായി സ്തോത്രം അവർ ഒറ്റയ്ക്കല്ല പോയത്, ദൈവം അവരോട് കൂടിയുണ്ട്, ദൈവ ശബ്ദവും അവരോട് കൂടെയുണ്ട്. പുറപ്പാട് പുസ്തകം 33 അധ്യായം 11 വാക്യം, ദൈവം അവരോട് കൂടെ ഉള്ളത് കൊണ്ടാണ് പകൽ മേഘസ്തംഭത്തിൽ രാത്രി അഗ്നിസ്തംഭത്തിൽ നിന്നും ദൈവം മോശയോട് സംസാരിച്ചത്.
പകൽ സ്തോത്ര മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവരോട് സംസാരിച്ചത് ദൈവം അവരോട് കൂടെ ഉള്ളതുകൊണ്ടാണ്. അർത്ഥം ദൂത് ഇതാണ്, ദൈവം നിന്റെ സോഴ്സ് എങ്കിൽ ഡെയിലി നീ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക. ദൈവം നിന്റെ സോഴ്സ് എങ്കിൽ ഡെയിലി ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. എൻ്റെ പാസ്റ്ററോട് സംസാരിക്കണമേ എന്നല്ല, നോ, പാസ്റ്ററോട് സംസാരിക്കുന്ന ദൈവം നിന്നോട് സംസാരിക്കുക. എൻ്റെ ഇഷ്ടപ്പെട്ട പ്രവാചകൻ VIP പ്രവാചകനോട് നോ 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 പ്രവാചകൻ്റെ ആത്മാവ് നിനക്കുണ്ട്. ദൈവം നിന്നോട് സംസാരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എഴുന്നേറ്റിരുന്നാട്ടെ, സ്വപ്നങ്ങളുടെ ദർശനങ്ങളുടെ ദൈവം നിന്നോട് സംസാരിപ്പാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. വേദപുസ്തകം പറയുന്നു, സ്തോത്രം, ദൈവത്തിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവരോട് സംസാരിച്ച്. ഹല്ലേലൂയ, സ്തോത്രം. സംഖ്യാപുസ്തകം 11:25, സംഖ്യാപുസ്തകം 9:15 മുതൽ 23 വരെ ഒക്കെ വേദപുസ്തകം പറയുന്നു, അതേ ദൈവത്തിൻ്റെ മേഘം, ദൈവത്തിൻ്റെ തിരുമേഘം, ദൈവത്തിൻ്റെ വിശുദ്ധ മേഘം അവരെ മൂടിയെ മറച്ചിരുന്നു. കണ്ടിട്ടില്ലേ, നവജാത ശിശുവിനെ ടവലിൽ പൊതിഞ്ഞ് അമ്മ റോഡിലൂടെ കൊണ്ടു നടക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ദൈവം മഹത്വത്തിൻ്റെ മേഘത്തിൽ പൊതിഞ്ഞ് ദൈവം മരുഭൂമിയിൽ അതിശയമായി നടത്തുകയുണ്ടായി. രണ്ട് കരങ്ങൾ ഉയർത്തി എത്ര പറയും, കർത്താവേ, എന്നോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദി, എന്നോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവേ നന്ദി. യോഹന്നാൻ സുവിശേഷം 14, 15, 16, 3 അധ്യായങ്ങളിൽ കർത്താവ് പറഞ്ഞു, എന്നും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് സത്യത്തിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കുക. എന്നും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് പരാക്ലീത, സ്തോത്രം, ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുക. ആര് കുനിഞ്ഞു നിൽക്കരുത്, രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ. ദൈവം നിന്റെ സോഴ്സാണ്, ദൈവം നിന്റെ ഉറവയാണ്. അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട്. താങ്ക് യു ജീസസ്, വി പ്രൈസ് യുവർ ഹോളി നെയിം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമെൻ ആവശ്യങ്ങൾ. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. രണ്ട് കരങ്ങൾ ഉയർത്തി, യഹോവയീരേ, ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ റാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമേ ആവശ്യങ്ങൾ. യഹോവ ശമ്മാ കൂടെയിരിക്കും, നൽകുമേ ആവശ്യങ്ങൾ. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. ഇരുൾ നമ്മെ മൂടിയിടുമ്പോ ലോകവെളിച്ചമായി അവനരുളി, രോഗികൾ ആയിടുമ്പോ സൗഖ്യദായകൻ അവൻ
നമ്മെ മൂടിടുമ്പോ ലോക വെളിച്ചമായി അവനണയും. രോഗികളായിടുമ്പോ സൗഖ്യദായകൻ അവൻ അവനാലയത്തിൽ സ്വർഗനന്മകളായി അവനാലയത്തിൽ സ്വർഗനന്മകളായി നമ്മെ നിറച്ചിടും അനുദിനവും നമ്മെ നിറച്ചിടും അനുദിനവും. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവാരിലും വലിയവൻ യേശു യേശു യേശുവാരിലും വലിയവൻ യേശു യേശു യേശുവാരിലും വലിയവൻ യേശു യേശു നിങ്ങൾ പഠിക്കേ. നന്മയല്ല ഇതൊന്നും തിന്മ ഒരിക്കൽ കൂടെ നന്മ പാപമെല്ലാം മറക്കുന്നവൻ പുതുജീവൻ രണ്ട് കരങ്ങളെ നന്നായി ഉയർത്തി. അവൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സോഴ്സ്, എൻ്റെ ഉറവ, എൻ്റെ ഉറവ, എൻ്റെ ഉറവ. ഉറവകൾ തുറക്കട്ടെ. എല്ലാ കണ്ണുനീരിനും പ്രതിഫലമുണ്ട്. എല്ലാ നിലവിളിക്കും മറുപടിയുണ്ട്. എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. എല്ലാ കാത്തിരിപ്പിനും ഒരവസാനമുണ്ട്. അടയാത്ത ഉറവ. ക്രൂശിൽ അവൻ കുത്തി തുളയ്ക്കപ്പെട്ടത് നിന്നിലേക്ക് ആ നന്മകൾ ഒഴുകി വരുവാൻ. യെരൂശലേമിൽ നൂറ്റാണ്ടുകളല്ല, ആയിരക്കണക്കിന് വർഷമായി ആ തോട് ഒഴുകുന്നു എങ്കിൽ വിശ്വസിച്ച് കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി നീർച്ചാലുകൾ ഇതാ കീറി വരുന്ന ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അവൻ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി നീർച്ചാലുകൾ 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 കീറുന്നു. Come on, respond to the Holy Spirit, everyone. Come on. Yes, yes brother. Yes. Yes brother. Touch them. Yes. Yes Lord. Yes Lord. Yes. 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 Touch them now. Provision, miracle provision, miracle provision, miracle provision, miracle provision, miracle provision, miracle provision,
the doors be open in Jesus' name. Let the doors be open in Jesus' name. തുറക്കട്ടെ, തുറക്കട്ടെ. ആരും അടക്കാതെ വണ്ണം തുറക്കട്ടെ. ആരും അടക്കാതെ തുറക്കുന്നവൻ. Yes, 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 yes. Come on, കുഞ്ഞുങ്ങളെ. Something is happening. എല്ലാ മക്കളും something is happening, something is happening. എന്തോ brand new, എന്തോ പുതിയത് പുതിയത് പുതിയത്. ഏറ്റെടുക്ക, കണ്ണുകൾ അടച്ചു, വായി തുറന്ന് respond to the Holy Spirit. Tonight is your night, tonight is your night. ഇന്ന് നിന്റെ രാത്രി. ദേശം അതിശയിക്കട്ടെ, ദേശം അതിശയിക്കുന്ന വാതിലുകൾ, ബന്ധുക്കൾ അതിശയിക്കുന്ന വാതിലുകൾ, സ്വന്തക്കാർ മൂക്കത്ത് വിരൽ വെക്കുന്ന വാതിലുകൾ, ആരും അടക്കാതെ വണ്ണം തുറക്കുന്നവൻ. Let it rain, let it rain. Open the floodgates of heaven. Oh, let it rain, let it rain. Open the floodgates of heaven. Let it rain, let it rain. Open the floodgates of heaven. Let it rain, let it rain. Open the floodgates of heaven. Let it rain, let it rain. Open the floodgates of heaven. Let it rain. Your door is open up. The ways are open up. Let your water flow through that. Let your water flow through that. New gates are open up. New gates are open up. Let the water flow through that. Let the water flow through that. Let it rain. Let it rain. Open the floodgates of heaven. Let it rain. Oh, let it rain. Open the floodgates of heaven. Let it, more than yesterday, more than yesterday, more than last year, more than last year. Oh, open the floodgates of heaven. Let it rain, let it rain. Open the floodgates of heaven. Let it rain, let it rain. Open the floodgates of heaven. Let it rain, let it rain.